ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ 5-ാം അധ്യായമാണ് വായിച്ചത്. 5-ാം അധ്യായം 4-ാം അധ്യായത്തിലെ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയാണ്. ധന്യനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ സുവിശേഷ നിമിത്തം തടവറയിൽ കിടക്കുകയാണ്. തടവറ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ജയിലാണ്. അക്കാലഘട്ടത്തിൽ ക്രൂരന്മാരായ റോമിലെ അടിമകളെ കൊണ്ടിടാൻ വേണ്ടി, കൊണ്ട് തട്ടാൻ വേണ്ടിയുള്ള ഒരു ഏകാന്ത തടവറ. അതിന് ഉള്ള സംവിധാനം എന്ന് പറയുന്നത് അഴിയൊന്നുമില്ല, അതൊരു ദ്വീപാണ്. ആ ദ്വീപിലേക്ക് കൊണ്ട് തട്ടും. അവിടെ കിടന്ന് കൽക്കരിക്കനിയിൽ പണിയെടുക്കണം. കപ്പൽ ഇടയ്ക്കിടയ്ക്ക് കൽക്കരി കെട്ടാൻ വരുമ്പോൾ ഇവർക്കുള്ള ഭക്ഷണപ്പൊതികൾ എറിഞ്ഞു കൊടുക്കും. അത് കിട്ടിയാലായി ഇല്ലെങ്കിലായി. പ്രായാധിക്യം കൊണ്ട് വീർപ്പ് മുട്ടുന്ന മനുഷ്യർ, മനോരോഗികൾ, കൊടും കുറ്റവാളികൾ ഒക്കെ ഉൾക്കൊള്ളുന്ന ആ സ്ഥലത്തേക്ക് ദൈവപുരുഷനെ സുവിശേഷ സംബന്ധിയായി അവിടേക്ക് കൊണ്ട് തട്ടി. അദ്ദേഹം ആ കിടപ്പിൽ എന്തൊക്കെയായിരിക്കും ചിന്തിക്കാൻ നോക്കുക. തൊട്ടടുത്ത് കിടക്കുന്നത് ഒരു കൊടും ക്രിമിനലാണ്, ഒരു കുറ്റവാളിയാണ്. അപ്പുറത്ത് ജീവശ്വാസം വലിച്ചു കിടക്കുന്ന, പ്രാണൻ നഷ്ടപ്പെടാൻ തുടങ്ങുന്ന മറ്റൊരുത്തൻ കിടക്കുന്നു. ഇനി അതിനപ്പുറത്ത് സമനില തെറ്റിയ മറ്റൊരാൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ ഈ ജീവിത പശ്ചാത്തലങ്ങളുടെ നടുവിൽ ഭക്തൻ പറയുകയാണ്, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ചുറ്റും ഭ്രാന്തന്മാർ അലറുന്നുണ്ട്. അപ്പുറത്ത് ഈ മാംസം കടിച്ചു പറിക്കാൻ ക്രൂര മൃഗങ്ങൾ ഓടി വരുന്നുണ്ട്. ഞാനും ഏതാണ്ടൊക്കെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തിയെന്ന് ശരീരത്തിൻ്റെ ഭാഷ പറയുന്നു. 90-95 വയസ്സ് പ്രായമായി കഴിഞ്ഞു. ഇവരെ നിൽക്കാൻ ത്രാണി നഷ്ടപ്പെട്ടു. ഇവിടെ കിടന്ന് ഞാൻ മരിക്കുമെന്നൊക്കെ എവിടേക്കോ ഇരുന്ന് എൻ്റെ ബോധം എന്നെ പഠിപ്പിക്കുന്നു. പക്ഷെങ്കിൽ കർത്തൃ ദിവസത്തിൽ ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ ആത്മവിവശനായി. ഒരു കാര്യം ഇന്ന് രാത്രി ദൈവമക്കൾ ഉറപ്പിച്ചുകൊള്ളണം. പരിസ്ഥിതി ഏതായിരുന്നാലും ആത്മപകർച്ചയുടെ ആഴങ്ങൾ ജീവിതത്തിലേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ ആർക്കും അതിനെ തടയാൻ സാധിക്കില്ല. ഒരു പത്മോസിനും തടയാനാവാത്ത വിധത്തിൽ, ഒരു നിയമത്തിനും തടയാനാവാത്ത വിധത്തിൽ, ഒരു സാഹചര്യത്തിനും ഉന്മൂലനം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ആത്മപകർച്ച വ്യാപരിച്ചപ്പോൾ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അങ്ങനെയെങ്കിൽ ആത്മവിവശതയുടെ ഹേതുവായ ആ ദൈവസാന്നിധ്യം ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കവേ ഒരു നാദം എൻ്റെ കാതിൽ കേട്ടു. സുന്ദരമായൊരു ശബ്ദം എൻ്റെ കാതിൽ കേട്ടു. യോഹന്നാനേ, പരിചിതമായ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ കാത് കൂർപ്പിച്ച് പിടിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണ് സ്നേഹമുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ കാത് കൂർപ്പിച്ച് പിടിക്കും. പ്രായമായ ആളുകളെ എടാ എന്നാരും വിളിക്കില്ല. പക്ഷെ പഴയ കൂട്ടുകാരൻ വഴിയോരത്ത് കണ്ടാൽ എടാ എന്ന് ചൊല്ലി പേർ ചൊല്ലി വിളിച്ചാൽ കാത് കൂർപ്പിച്ചിരിക്കാൻ കാരണം, എടാ എന്ന് വിളിക്കാൻ അധികാരം അവകാശമുള്ള ഒരു കൂട്ടുകാരൻ ഇവിടെയുണ്ട്. യോഹന്നാനേ എന്ന് വിളിച്ചപ്പോൾ കാത് കൂർപ്പിച്ചിരിക്കാൻ കാരണം, ഈ ഒറ്റപ്പെട്ട തടവറയിൽ ക്രൂരന്മാർ അപ്പുറത്ത് നിൽക്കവേ, ഭ്രാന്തന്മാർ കടിച്ചു കുടയാൻ നിൽക്കവേ, കഴുകന്മാർ കുത്തിവലിക്കാൻ നിൽക്കവേ, സ്നേഹമുള്ള സ്വാന്തനമുള്ളൊരു ശബ്ദം. ഈ രാത്രി ആ ശബ്ദത്തിൻ്റെ പേരാണ് സുവിശേഷം. അകത്തും പുറത്തും ആ ശബ്ദം ഒരുപോലെ തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ശബ്ദപരിധിക്കുള്ളിലാണ് ഈ രാത്രി തിരുവെഴുത്ത് കേൾക്കുന്നതെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ഉടമയെ ഈ കേൾവിക്കാരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ആത്യന്തികമായ ആ സന്ദേശം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട അതുല്യ നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുനാമം. ആ മഹാനാമം നമുക്ക് രോഗശാന്തിയാണ്. ആ നാമം നമുക്ക് വിടുതലാണ്. ആ നാമം ഇരുട്ടിൽ നമുക്ക് മാർഗദർശനമാണ്. ഏത് കുറ്റിരുട്ടിനെയും മാറ്റിമറിക്കുന്ന ആ ഉജ്ജ്വല ദീപം കരുതിയാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിലേക്ക് അനേകായിരങ്ങൾ കടന്നു വരത്തക്ക വിധം പ്രാർത്ഥന കാര്യക്ഷമമാകാൻ നമുക്ക് ഒരു രാത്രി ഒരിക്കൽ കൂടി സമർപ്പിതരാകാം. ആ ശബ്ദം കേട്ടു. യോഹന്നാനേ, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണേണ്ടതിന് ഞാൻ തിരിഞ്ഞു നോക്കി. അതിന് കാരണമുണ്ട്. യോഹന്നാൻ അറിയാം വ്യത്യസ്ത നാദത്തെപ്പറ്റി, വ്യത്യസ്ത കാഹളങ്ങളെപ്പറ്റി. കാഹളം നീട്ടി ഊതുമ്പോൾ യഹൂദ യാത്ര പുറപ്പെടേണ്ടതുണ്ട്. പാളയം. യോഹന്നാനും ഒരു യഹൂദ ഗോത്രക്കാരനാണ്. അദ്ദേഹം വകയിൽ യേശുവിൻ്റെ ഒരു ബന്ധുവാണ്, ഒരു സഹോദരനാണ്, അമ്മയുടെ അനിയത്തിയുടെ മകനാണ്. അങ്ങനെയുള്ള യോഹന്നാൻ ഒരു നാദം കേട്ടു. ആ നാദം എന്താ? ഇസ്രായേൽ യുദ്ധത്തിന് പുറപ്പെടുകയാണോ, അതോ പാളയം യാത്ര പുറപ്പെടുകയാണോ? ഗംഭീര ധ്വനിയായ ആ കാഹളം കേൾക്കുമ്പോൾ കിഴക്കേ പാളയം യാത്ര പുറപ്പെടണമെന്ന നിയമം അനുസരിച്ച് എന്താണ് ഈ ശബ്ദം? ആ ശബ്ദം ഒരു കാര്യം വ്യത്യസ്തമായി പറഞ്ഞു. യോഹന്നാനെ, ഈ നാദത്തിന്റെ ദൗത്യം തീരുന്നില്ല. ഇതൊന്നുമല്ലാത്തൊരു സന്ദേശം ഇവിടെ കയറി വരിക.
ഇവിടെ വാ, ഇവിടെ വാ. ദാഹിക്കുന്ന എവരുമേ ഇവിടെ വാ, വിഷണ്ണരായവരെ ഇവിടെ വാ, സത്യാന്വേഷകരെ ഇവിടെ വാ, പതിതരെ, പ്രാണൻ നഷ്ടപ്പെടാൻ കാത്തിരിക്കുന്നവരെ, ആത്മഹത്യയുടെ മുനമ്പത്ത് നിൽക്കുന്നവരെ, ചിന്താക്കുഴപ്പം കൊണ്ട് വീർപ്പുമുട്ടുന്നവരെ, ദാ ഇവിടെ വാ. ധനവും മാനവും പുരാതന സമ്പത്തും ശാശ്വത ഐശ്വര്യങ്ങളുമുള്ള ആ ദൈവപുത്രനെ ഇന്ന് രാത്രി പാപപരിഹാരകനായി ജീവിതത്തിന്റെ സകല ചോദ്യങ്ങൾക്കും ഉത്തരമായി ഞങ്ങൾ വീണ്ടും വരച്ചു കാട്ടുന്നു. ദാ ഇവിടെ വാ. യോഹന്നാൻ ആത്മവിവശതയിൽ ഒരു സ്ഥലത്തെത്തി. അതിൻ്റെ പേരാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പോൾ ഈ സ്വർഗം എന്നൊക്കെ പറഞ്ഞ് എന്തോ കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണെന്നൊക്കെ ആണ് ആളുകളുടെ ചിന്ത. അടുത്ത കാലത്തൊരു വിദ്വാൻ പറയുന്നത് കേട്ടു, ഭൂമിയിലൊരു വാഴക്ക ഉണ്ടാക്കാത്ത ദൈവ സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നൊക്കെ അല്ലേ. എന്നോട് പറഞ്ഞൊരു വീഡിയോ ഇറക്കാൻ. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഈ ചൂടിലൊരു വീഡിയോ ഇറക്കിയാൽ അത് ഓവറായിപ്പോവും, വിട്ടേക്കാൻ പറഞ്ഞു. ഇവരൊക്കെ സമൂഹത്തിൽ കുറെ നിലയും വിലയൊക്കെയുള്ള മനുഷ്യരാണേ. വിവേകമുണ്ടാകണം, അറിവുണ്ടാകണം. നമ്മുടെ ഇവിടെ വരെ വന്ന വഴികളെക്കുറിച്ച് പഠിക്കണം. എങ്ങനെയാണ് ഇത്രയും ലോകത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നുള്ളതിൻ്റെ പശ്ചാത്തലം പഠിക്കണം. ഈ ഗ്രന്ഥം പഠിക്കണം, ഇതിൻ്റെ ഉള്ളടക്കം പഠിക്കണം, ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് പഠിക്കണം. ഇതൊന്നും ഗ്രഹിക്കാതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടുന്ന മട്ടിൽ തട്ടിവിട്ട് കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ ചിലരൊക്കെ ഉണ്ടായേക്കും. അപ്പോൾ ഈ സ്വർഗത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ചൊക്കെ പറയുന്നത് എന്തോ അപകടം പിടിച്ചൊരു കാര്യമായി, കുഴപ്പം പിടിച്ച കാര്യമായിട്ട് പലർക്കും തോന്നുന്നുണ്ട്. പക്ഷെ ദൈവത്തെ വിശ്വസിക്കുന്ന നമുക്ക് സ്വർഗം ഒരു നാച്ചുറലായ പ്ലേസാണ്, ഒരു സ്വാഭാവികമായ സ്ഥലമാണ്. എന്താ കാര്യം? മനുഷ്യരാശിയുടെ ജീവിതത്തിന് ഭൂമി കൊണ്ട് അവസാനിക്കുന്ന, ഇഹലോകം കൊണ്ട് അവസാനിക്കുന്ന താൽക്കാലികതയാണെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ്. നിലനിൽക്കുന്ന ഒരു ആത്മാവുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ കൃത്യമായി പഠിപ്പിച്ചു. തെറ്റുപറ്റാത്ത യേശു തൻ്റെ തെറ്റുപറ്റാത്ത നാവ് കൊണ്ട് നമ്മെ പഠിപ്പിച്ച തിരുവെഴുത്താണ് നമ്മൾ ഇന്ന് വായിച്ചതും പഠിക്കുന്നതും. സ്തോത്രം. ഇവിടെ കയറി വരിക. യോഹന്നാൻ ചെന്നു. ഇതിനിടയ്ക്ക് ഈ സ്വർഗം ദർശനത്തിൽ കണ്ട ഒത്തിരി ആളുകൾ, അവകാശപ്പെടുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ആൾക്കാരുടെ കൂടെ ഉണ്ട്. ഇതൊന്നും കേൾക്കാൻ പോരും. 10-20 കൊല്ലം മുമ്പ് ഒരു പെൺകുട്ടി ഈ തിരുവല്ല ഭാഗത്ത് സ്വർഗം കണ്ടൊരു പെണ്ണുണ്ടായിരുന്നു. ഒരു പുസ്തകമൊക്കെ എഴുതി. അതിനകത്ത് രസകരമായൊരു കാര്യമുണ്ട്. ഞാൻ സ്വർഗത്തിലെത്തിയപ്പോൾ യേശുപ്പച്ചൻ അവിടെ നിൽക്കുന്നു. ഞാൻ യേശുപ്പച്ചനെ കണ്ടത് ഓടിച്ചെന്നു. യേശുപ്പച്ചൻ എന്നെ വിളിച്ചുകൊണ്ടൊരു പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി. അവിടെ മനോഹരമായൊരു തടാകം. ആ തടാകത്തിലൂടെ സ്വർണ്ണ നിറമുള്ള മത്സ്യം, സ്വർണ്ണ മത്സ്യം. അപ്പോൾ ഈ തടാക സ്വർണം, നിൽക്കുന്ന ആൾ സ്വർണം, മൊത്തം സ്വർണ്ണമാണ്. അവസാനം മീൻ പിടിച്ചുകൊണ്ട് വന്നു, സ്വർണ്ണ ചീനച്ചട്ടിയിലിട്ട് എനിക്ക് വറുത്ത് തന്നു. അതും മേടിച്ച് വായിച്ച പുള്ളികളുണ്ട്. ഇപ്പോൾ അതിൻ്റെ അനന്തരാവസ്ഥ ഞാനിപ്പോൾ പറയുന്നില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഇതൊന്നും വിറ്റഴിക്കാൻ സമ്മതിക്കരുത്. ഈ പുസ്തകത്തോട് നീതി പുലർത്താത്തൊന്നും സ്വീകരിക്കാൻ ദൈവമക്കൾക്ക് ബാധ്യതയില്ല. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസമാണിത്. ഇതിന് നിരക്കാത്തതൊന്നും എവിടെയും ഉണ്ടാകാൻ പാടില്ല. ഈ പുസ്തകത്തിന് സ്വീകരിക്കാൻ കഴിയാത്തതിനെ സ്വീകരിക്കത്തക്ക വിധം വിശാലമല്ല പ്രാർത്ഥിക്കുക ദൈവങ്ങളുടെ ഹൃദയം. ഈ പുസ്തകത്തിൽ ഇല്ലാത്തതും ഇവിടെ നിന്ന് വരാത്തതൊന്നും ദൈവികമായിരിക്കുന്നില്ല. അത്രയും മാത്രമേ ഞാൻ അതേക്കുറിച്ച് പറയുന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ നമ്മൾ കണ്ടു, ഈ കർത്താവ് ഇവിടെ കയറി വരാൻ പറഞ്ഞപ്പോൾ ഒരു പരിശുദ്ധ സ്വർഗത്തെ കാണിച്ചു കൊടുക്കുക. ഈ സ്വർഗത്തെക്കുറിച്ച് പറയാൻ രസാവഹമായ ഒത്തിരി കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ നോക്കിയപ്പോൾ ഒരു സിംഹാസനം വച്ചിരിക്കുന്നത് കണ്ടു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, അതിൽ 24 മൂപ്പന്മാർ. അവർക്ക് സ്വർണ്ണ കിരീടങ്ങൾ ഉണ്ടായിരുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് പളുങ്കിനൊത്തൊരു കണ്ണാടിക്കടൽ പുറപ്പെട്ടു. സിംഹാസനത്തിൻ്റെ ചുറ്റിലും അതിനു മുമ്പിലും 4 ജീവികൾ നിരന്തരം ദൈവമഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു. ഈ 4 ജീവികളുടെ പ്രത്യേകത, ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി മനുഷ്യന് സദൃശ്യം, നാലാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. ഈ ജീവികൾ 6 ചിറകുണ്ടായിരുന്നു. 6 ചിറകുള്ള ഈ ജീവികൾ 2 ചിറക് കൊണ്ട് മുഖം മൂടുകയും 2 കൊണ്ട് പറക്കുകയും 2 കൊണ്ട് പാദം മൂടുകയും ചെയ്തുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ. ആ പ്രയോഗം ശ്രദ്ധിക്കണം. ആളുകൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് ആരാധനയാണെന്ന്. ഇങ്ങനെയാണ് ഇവർ ആരാധിക്കുന്നതല്ല.
ഇത് ആരാധനയായി തീരാറുണ്ട്. പക്ഷേ സംഭവം ഒരു പേഴ്സണൽ കോൺവെർസേഷനാണ്, ഒരു പരസ്പര സംഭാഷണമാണ്. എന്താ അവിടെ ഇരിക്കുന്നത്? ഒരുത്തനോട് ഒരുത്തൻ, മനസ്സിലായില്ലേ? അവർ പരസ്പരം ഒരു കാഴ്ച കാണുകയാണ്. എന്താ കാഴ്ച? ഇനി വേറെ എസക്കേലിലേക്ക് ചെന്നാൽ മറ്റൊരു കാഴ്ച കാണാം. ഈ 4 ജീവജാലങ്ങൾ ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിന്നിട്ട് ദൈവത്തെ നോക്കാൻ ത്രാണിയില്ലാതെ ആ തേജസ്സും മഹിമയുമാർന്ന ആ പ്രതാപത്തെ നോക്കിയിട്ട് ഒരുത്തനോടൊരുത്തൻ ബഹുമാനം കൊണ്ട് പറയുക, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. 3 ആവർത്തി കഴിയുമ്പോഴേക്ക് അടുത്തൊരു ഒക്ടേവിലേക്ക് കാര്യം പോവാ. എന്താ കാര്യം അറിയണ്ടേ? പരിശുദ്ധൻ, കദോഷ് എന്നാണ് ഹീബ്രു വാക്ക്. ഹാ കദോഷ് കദോഷ് കദോഷ്. ഇങ്ങനെ 3 തവണ പറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്നത് 3 ആളുകളെ അവിടെ കാണാം. ദൈവപിതാവിനെ, ദൈവപുത്രനെ, ദൈവപരിശുദ്ധാത്മാവിനെ. ആ സ്റ്റാൻസ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പാടുമ്പോൾ ഒരുപറ്റം ദൂതഗണങ്ങൾ നോക്കുന്നത് ഈ ദൈവസിംഹാസനത്തിലേക്കാണെങ്കിൽ വേറെ ഒരു പറ്റം ദൂതഗണങ്ങളുണ്ട്. അവരുടെ ശ്രദ്ധ എവിടെയാണെന്ന് അറിയണ്ടേ? ഈ പ്രപഞ്ചത്തിലേക്കാണ്. അവർ കാഴ്ച കണ്ടു, മനോഹരമായ ഭൂമി. ആ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ഭൂമിക്ക് വിപരീത ദശയിൽ ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നു, 2 ആളും ഒരുമിച്ച് സൂര്യനെ വലം വയ്ക്കുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ കൂട്ടിയിടിക്കാതെ കൃത്യമായൊരു സംവിധാനത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലനാത്മകമാക്കുന്ന ഒരു ദൈവത്തെ കണ്ടിട്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കി ആ ദൂതഗണങ്ങൾ പാടുകയാണ്, മുഴുലോകവും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു വട്ടം ദൂതഗണങ്ങൾ പറയും, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വാക്യപ്രതിവാക്യം പോലെ അടുത്ത കൂട്ടർ പറയും, മുഴുലോകവും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ആരാധനയായി മാറും. ഇനി അടുത്തതായി കാണാൻ പറ്റുന്നത്, അങ്ങനെ ആരാധന നടക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വേളയിൽ ഈ മൂപ്പന്മാര് ആരാധനയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ആനും പറയും, കർത്താവേ നീ സകലതും സൃഷ്ടിച്ചു, നിന്റെ ഇഷ്ടം ഹേതുവായി സകലതും ഉണ്ടായി, സ്തോത്രവും ബലവും മാനവും മഹത്വവും ഒക്കെ സ്വീകരിപ്പാൻ നീ യോഗ്യൻ. ഇത് പറയുമ്പോഴേക്കും മൂപ്പന്മാർ സിംഹാസനങ്ങളിൽ എഴുന്നേറ്റ് തങ്ങളുടെ കിരീടങ്ങളെ താഴെയിടും. ഇതാണ് അവിടെ കണ്ടത്. അങ്ങനെ ഇരിക്കെ മറ്റൊരു കാഴ്ച യോഹന്നാൻ കണ്ടു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഇരിക്കുന്നവന്റെ പക്കൽ അകത്തും പുറത്തും 7 മുദ്രകളോട് കൂടിയ ഒരു ഗ്രന്ഥം. ഈ ഗ്രന്ഥച്ചുരുൾ കയ്യിൽ വെച്ച് ആ ഇരിക്കുന്നവനെ നോക്കി ദൂതന്മാരുടെ മൂപ്പന്മാരുടെ നടുവിൽ നിന്നൊരു ശബ്ദം. ആ ശബ്ദം ഇങ്ങനെയാണ്, ഈ ഗ്രന്ഥവും അതിൻ്റെ മുദ്രയും ഭേദിപ്പാൻ യോഗ്യൻ ആരുള്ളൂ? ചോദ്യം. എന്താ ഈ മുദ്ര ഭേദിക്കാനുള്ള പ്രശ്നം? ആ മുദ്രക്കുള്ളിൽ എന്താ ഉള്ളത്? ഒരു കത്ത് പൊട്ടിക്കുമ്പോൾ ആ സീല് പൊട്ടിച്ച് മാറ്റിയാൽ എന്താ പ്രശ്നം അറിയണ്ടേ? ആ മുദ്ര ഭേദിക്കാനുള്ള ഭയം എന്താണെന്നറിയണ്ടേ? നമ്മളൊരു കത്ത് പൊട്ടിക്കാനാണ് എത്ര വിഷയമല്ലേ? പൊട്ടിക്കുമ്പോൾ വരുന്ന ചില പ്രതിസന്ധികൾ എന്താണെന്ന് 6:1 മുതലുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 6:1 മുതൽ. തീരുമാനമായില്ലേ? കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികൾ ഏതൊക്കെയാ? 4 ജീവി: സിംഹമുഖം, കാളമുഖം, മനുഷ്യമുഖം, കഴുകുമുഖമുള്ള 4 ജീവികളിൽ ഒന്ന്. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഇടിമുഴക്കം പോലെ 1-ാം ജീവി പറഞ്ഞു, വരിക. 1-ാം ജീവി എന്ന് എഴുതിയിട്ടില്ല. 1-ാം ജീവി അത് ഞാൻ പറയാം, കാരണം ബാക്കി 2-ാം ജീവി 3-ാം ജീവി എന്ന് പറയുന്നുണ്ടാണ്. ജീവികളിൽ 1-ാമത്തത് പറഞ്ഞു, വരിക. അത് വെറുതെ പറയല്ല, ഇടിമുഴക്കം പോലെ പറഞ്ഞെന്ന്. വാ, ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് വരിക എന്ന് ഇടിമുഴക്കം പോലെ പറഞ്ഞത്. വായിക്കാം. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. വായിക്കാം. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം
ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. മതി മതി, ഇത് പിന്നെ വായിക്കണം. ബാക്കി എത്ര വായിച്ചെടുത്തിയേ? 8. 4 മുദ്രകൾ മാത്രമൊന്ന് ഗ്രഹിക്കണം, എളുപ്പമാണ്. 1-ാം ജീവിയായ സിംഹം വിളിച്ചു വരിക. ഒരു വെള്ളക്കുതിര വന്നു. തെറ്റിക്കരുത്, വിളി സിംഹത്തിൻ്റെത്, വന്നത് വെള്ളക്കുതിര. 2-ാം ജീവിയായ കാള വിളിച്ചു വരിക. വന്നത് ചുവന്ന കുതിര. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 3-ാം ജീവിയായ മനുഷ്യമുഖമുള്ള ജീവി വിളിച്ചു. വന്നത് കറുത്ത കുതിര. 4-ാം ജീവി ഒരു കഴുകൻ വിളിച്ചപ്പോൾ വന്നത് മഞ്ഞ എന്നുള്ളത് തെറ്റാ. പകരം നിങ്ങൾ എൻ്റെ ചെലവിൽ അവിടെ പച്ച എന്ന് ചേർക്കണം. അത് വെറും പച്ചയല്ല, വിളറിയ പച്ച. വിളറിയ പച്ച പിന്നെ മഞ്ഞയാണല്ലോ അല്ലേ? അതുകൊണ്ട് 2 നിന്നി തിരുത്തണ്ട. പക്ഷെ അടിസ്ഥാനം പച്ചയാണ്. ഗ്രീക്കിൽ കിടക്കുന്ന ക്ലോറോഫിൽ, ഈ ചെടികൾക്ക് ഹരിതാഭ വർണ്ണം കൊടുക്കാനുള്ള രാസവസ്തുവിൻ്റെ പേരാണ് ക്ലോറോഫിൽ അല്ലേ? അപ്പോൾ ക്ലോറോഫോസ്, പച്ച, വിളറിയ പച്ചക്കുതിര. ഇംഗ്ലീഷിൽ കറക്റ്റ, പെയിൽ ഗ്രീൻ, വിളറിയ പച്ച. കളറൊന്നും മാറ്റരുത്, അങ്ങനെ മാറ്റണ്ട, അവിടെ കിടക്കട്ടെ. തെറ്റിക്കുമോന്ന് ഇല്ല. ഒന്നുകൂടെ പറയാ. 4 ജീവികളിൽ ഓരോ ജീവി വിളിച്ചപ്പോൾ 4 വഴിക്കുന്ന 4 ജീവജാലങ്ങൾ, 4 കുതിരകൾ വന്നു. സിംഹം വിളിച്ചു, വെള്ളക്കുതിര വന്നു. കാള വിളിച്ചു, ചുവന്ന കുതിര വന്നു. മനുഷ്യൻ വിളിച്ചു, കറുത്ത കുതിര വന്നു. പറക്കുന്ന കഴുകൻ വിളിച്ചപ്പോൾ ദാ വരുന്നു വിളറിയ പച്ച കുതിര. നമ്മളൊക്കെ പൊട്ടിച്ച കുതിര കയറി ശല്യം ഉണ്ടാക്കും, നമ്മളെ ആകപ്പാടെ പരുവാക്കും. അതിനെ ഈ പൊട്ടിക്കാതെ മനുഷ്യൻ മാറി നിന്നപ്പോൾ കുഞ്ഞാട് വന്നത് തല്ലി പൊട്ടിച്ചു വരാൻ പറഞ്ഞു. കാരണം തറുക്കപ്പെട്ട കുഞ്ഞാടിന് ഒന്നിനെയും ഭയമില്ലെന്ന് അതിഞ്ഞ് വന്നു. ഇതെന്താണ് ഈ 4 ജീവികൾ? ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂജാതനായത് കാലത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ്. ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുക, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി അയച്ചു. അങ്ങനെയാ. ഗലാത്യർ 4:4 കിടക്കാണേ, വായിക്കണ്ട. കാലസമ്പൂർണത വന്നപ്പോഴാണ് യേശു ക്രിസ്തു ജനിച്ചത്. എന്താ കാലസമ്പൂർണത അറിയോ? പറയാം. യേശു എന്ന വ്യക്തി ഭൂമുഖത്താകെ പ്രസംഗിച്ചത് 1000-ൽ പരം ദിവസമാണ്, വളരെ ചുരുക്കം നാൾ. യേശു പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ എണ്ണം എടുത്താൽ 100-ൽ താഴെ. യേശു ചെയ്ത അത്ഭുതങ്ങളെ രേഖപ്പെടുത്തിയ കണക്ക് 40-ൽ താഴെ. ചെയ്ത പല അത്ഭുതമുണ്ട്, ഇത് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് യോഹന്നാൻ പറയും. നമുക്ക് തന്ന കണക്കാ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പ്രസംഗിച്ച അത്രയും കാലം യേശു പ്രസംഗിച്ചിട്ടില്ല. നമ്മളൊക്കെ നടത്തി, ഞങ്ങളിങ്ങനെ കഴിഞ്ഞ ദിവസം വെറുതെ ഇങ്ങനെ കണക്ക് പറഞ്ഞു, 1000-കണക്കിന് യോഗങ്ങളുടെ കണക്കുണ്ട്. യേശു ഇത്രയൊന്നും പ്രസംഗിച്ചിട്ടില്ല. നമ്മളൊക്കെ ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, യേശു ഒരു വിദേശത്തും പോയിട്ടില്ല. നമ്മളൊക്കെ പല ഭാഷയെ പ്രസംഗിച്ചിട്ടുണ്ടല്ലേ, പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. യേശു ആകപ്പാട് ഉപയോഗിച്ചത് അരമായിക്കുന്നൊരു ഭാഷ. പാലസ്തീനിയെ വിട്ടവൻ പുറത്തു പോയില്ല. പക്ഷേ ഒരു 30 കൊല്ലത്തിനകം യേശുവിൻ്റെ സുവിശേഷം മുഴു ലോകത്തിലും ചെന്നു. എന്താ കാര്യം എന്നറിയണ്ടേ? യേശു ജനിക്കും മുമ്പ് അതിലുള്ള ടെക്നിക്ക് ദൈവഹിതപ്രകാരം മനുഷ്യൻ ചെയ്തു വെച്ചിരുന്നു. അറിയണോ എങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്തതെന്ന്? പറയാം. യേശു വരും മുമ്പ് ലോകത്തെ ഭരിച്ചിരുന്ന ഒരു ഭരണകൂടമുണ്ട്. റോമർക്ക് മുമ്പ് ഗ്രീക്കുകാരനായ അലക്സാണ്ടർ ഒരു പണി ചെയ്തു. ലോകം മുഴുവൻ അയാളുടെ കാൽക്കീഴിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ ലോകത്തെല്ലായിടത്തും ആക്കി. ഇന്ന് കുഞ്ഞുങ്ങൾ പോയി OET IELTS ഒക്കെ ഫീസ് കൊടുത്ത് പഠിക്കുന്ന പോലെ അന്ന് ഗ്രീക്ക് പഠിച്ചു.
ഗ്രീക്ക് അങ്ങ് സർവ്വസാധാരണമായി. ഇന്ന് ഇംഗ്ലീഷ് പോലെയായി ഗ്രീക്ക്. പുതിയ എഴുതിയ ഭാഷ ഏതാ? ഗ്രീക്ക്. അലക്സാണ്ടർ ഈ ഭാഷ ലോകവ്യാപകമാക്കി. തൊട്ടു പിന്നാലെ വന്ന റോമക്കാരൻ ചെയ്തത് നല്ല റോഡുകൾ വെട്ടുകയും ഇങ്ങനെ വിശാലമായി കിടക്കുന്ന കടലിടുക്കുകളെ കനാലുകൾ വെട്ടി ഏകീകരിച്ചു. എന്താ ഗുണമെന്ന് അറിയണ്ടേ? ഈ റോഡിലൂടെ മനുഷ്യന് കാളവണ്ടിയിലും ഒക്കെ യാത്ര ചെയ്യാം. നേരെയുള്ള റോഡാണ്. രണ്ടിടത്തും തണൽ മരങ്ങളാ, യാത്ര ചെയ്യാം. ഈ കടലുകൾ തമ്മിൽ, നദികൾ തമ്മിലും കനാല് വെട്ടി ഏകീകരിച്ചത് കച്ചവടത്തിനും കപ്പൽ പോകാനൊക്കെ ആണെങ്കിലും മനുഷ്യൻ്റെ യാത്ര അങ്ങ് എളുപ്പമായി. കാരണം 2 മാസം കൊണ്ടൊക്കെ കറങ്ങിപ്പോകേണ്ട യാത്ര 2 ദിവസം കൊണ്ട് ഷോർട്ട് കട്ട്. റോമക്കാരൻ ഭരിക്കാൻ വേണ്ടി ചെയ്താ. പക്ഷെ ഇത് പ്രയോജനപ്പെടുത്തിയത് ഇവരാരും അല്ലെന്ന്, നമ്മളാ. എന്താ കാര്യം? ഈ വഴി കൂടെ പോയത് കൊണ്ടാ പൗലോസിൻ്റെ യാത്ര വേഗത്തിൽ വന്നേ. ഈ കപ്പലുകളിലൂടെ പോയപ്പോഴാ സുവിശേഷം മുഴു ലോകത്തും അറിയിക്കാൻ 3 മിഷണറി യാത്ര ആ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്യാൻ പറ്റിയപ്പോൾ സുവിശേഷം അങ്ങ് വ്യാപിച്ചു. ഗ്രീക്കിൽ പ്രസംഗിച്ചാൽ മതി, കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന സ്ഥിതി വന്നു. അങ്ങനെ റോമാലേഖനം എഴുതുമ്പോൾ പറയാ, നിങ്ങളുടെ വിശ്വാസം മുഴു ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ സുവിശേഷം ലോകത്തെ എക്സ്പാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാണ് പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഇതിൻ്റെ പേരാ കാലസമ്പൂർണത. മനസ്സിലായി? ഒത്തിരിയുണ്ട്, ഞാൻ ചുരുക്കി എൻ്റെ പോയിന്റുകൾ പറഞ്ഞതാണ്. ഒന്നാമത്, ഗ്രീക്ക് ഭാഷ സർവ്വലോകത്തിലും എത്തി. 2, റോമക്കാരൻ്റെ ഭരണനിമിത്തം റോമൻ ഭരണകൂടത്തിൻ്റെ ആ താല്പര്യമനുസരിച്ച് ഗതാഗതം ലോകത്ത് എളുപ്പമായി. ഈ 2 കാര്യങ്ങൾ വന്നപ്പോൾ യേശു ജനിച്ചു. ആ യേശുവിൻ്റെ സുവിശേഷം 1-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ അറിയത്തക്ക വിധം ലോകത്തിൻ്റെ എല്ലായിടത്തും എത്താൻ ഇവ 2ഉം കാരണമായി. വേറെയും കാരണമുണ്ട്, ഇവ 2ഉം കാരണമായി. അതിനാ പൗലോസ് പറയുന്നത്, കാലം അതിൻ്റെ അന്നത്തെ വികാസ പരിണാമങ്ങളിൽ അതിൻ്റെ പൂർണ്ണതയിലെത്തി നിൽക്കെ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി അയച്ചു. ഞാൻ നീട്ടുന്നില്ല. ഇന്നേ നിങ്ങൾ കണ്ണു തുറന്നു നോക്കിയാൽ ഒരു കാഴ്ച കാണാം. ലോകം വീണ്ടും ഒരു പൂർണ്ണതയിലേക്ക് പോകുന്നു, ഒരു കാലസമ്പൂർണത. തെളിവെന്താ? ലോകം അറിയാതെ ഒരു ഭാഷയുടെ കീഴിൽ അമരുന്നു. ശരിയാണോ? ലോകം ഒരു ഭാഷയ്ക്ക് കീഴിലേക്ക്. ഏതാ ഭാഷ? ഇംഗ്ലീഷ്. അത് ലോക ഭാഷയാ. പണം കൊടുത്ത് മനുഷ്യനിത് പഠിക്കുന്നു. ഇവിടെ വരുന്ന ബംഗാളിയും മറ്റു ജോലിക്കാരനും വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരൻ്റെ മക്കളും ഈ ഭാഷ പഠിച്ചേ പറ്റൂ എന്ന നിർബന്ധം വന്നിരിക്കുന്നു. പുറത്തു പോകണോ ഭാഷ വേണം, നാട്ടിൽ ജോലി ചെയ്യണോ ഭാഷ വേണം. ഇംഗ്ലീഷ് ഭാഷ ലോകത്തെ മുഴുവൻ ഒന്നുകൂടി ശക്തമായി വിഴുങ്ങി. രണ്ടാമത്, ലോകം ഇതുവരെ കാണുന്നതിനേക്കാൾ വേഗത കൂടിയിരിക്കുന്നു. അതിവേഗത്തിൽ അടുത്തടുത്ത രാജ്യങ്ങളിലേക്ക് എത്താനുള്ള ഗതാഗത സംവിധാനങ്ങൾ, കൂടുതൽ എയർപോർട്ടുകൾ. കട്ടപ്പനയിലൊക്കെ വരാനിരുന്ന നിങ്ങളെല്ലാം കൂടി പ്രശ്നം ഉണ്ടാക്കിക്കളഞ്ഞു. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ വരിക, APN തോട്ടം. അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടാകട്ടെ മനുഷ്യനെ കൊണ്ട്. പോട്ടെ, അവിടെയൊക്കെ ഈ സംഗതി വരുന്നു. റവറണ്ട് എന്നൊക്കെ വിളിക്കണം. സോറി, റൈറ്റ് റവറണ്ട്, ബഹുമാനപ്പെട്ട എന്ന് പറയണമല്ലോ. പോട്ടെ, വിട്ടുപോയതാ, അറിയാൻ പറ്റിപ്പോയതാ. ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ വരുന്നു. എന്തിനാണെന്നറിയണ്ടേ? ലോകം ഒരു വികസനത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് കടക്കുന്നു. ഇതിലും വലുതാണേ ലോകത്തെ അതിശക്തമായ ടെലികമ്മ്യൂണിക്കേഷൻ. ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചാൽ മതി, എവിടെയൊക്കെ ചെല്ലും. ആ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ആധികാരികത കൊണ്ടല്ലേ ഇന്ന് ഈ യോഗം നടന്ന 4 കൊല്ലം കൊണ്ട് പണിയെടുത്ത് നിങ്ങളിവിടെ വന്നേ. ഞാനിതൊക്കെ തുടങ്ങിയ കാലം മുതൽ ഉപയോഗിക്കുന്ന ഒരാളാണ്. അന്ന് പാസുമാരെല്ലാം അഭിമാനപുരസരം പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് വാട്സാപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, നല്ല മൊബൈലും ഇല്ലെന്ന്. പിന്നെ ഇത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചവരധികം പേരല്ലേ. ടെക്നോളജിയുടെ മുഖം തിരിച്ച് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചില കുഴപ്പമുണ്ടെന്ന്. യൂസ് ടൈംലി ടെക്നോളജി ഫോർ ദ പ്രോപ്പഗേഷൻ ഓഫ് ടൈംലെസ് ട്രൂത്ത്. ഈ മഹത്തായ സുവിശേഷത്തെ അറിയിക്കാൻ സമയോചിതമായ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്ന് അതാ പറഞ്ഞു വെച്ചേ. മനസ്സിലായോ? ഞാൻ ഇത് കഴിഞ്ഞ് ചെന്ന അടുത്ത പ്രോഗ്രാമായി ഇതിൻ്റെ മുമ്പിലിരുന്നു. വിശ്രമമില്ലാത്ത പണി, അതുകൊണ്ടായി സുഖമില്ലാതായ പെട്ടെന്ന്. രാവും പകലും വെളുക്കോളം റെക്കോർഡ് സ്റ്റുഡിയോയിലാണ്. ബൈബിൾ മൊത്തം ഓരോ അധ്യായങ്ങളാക്കി മാറ്റിയുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ കുറേ കണ്ണനമൊക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വിടാവൂന്ന് മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ക്ലിക്ക് ഇത് കിട്ടേണ്ടവനൊക്കെ കിട്ടണം.
ഇനി ഇവിടെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ സെർവർ അമേരിക്കയിലും UK യിലും ഒക്കെ ഉണ്ട്, അവിടുന്ന് സാധനം ഇറങ്ങിക്കോളും. ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുക, വലിയ സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയാൽ വേറൊരിടത്തുനിന്ന് വരും. ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുക. ചെറിയ ആയുസ് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യണം. ഇത് മക്കളെയും പഠിപ്പിക്കുക. അപ്പോൾ ടെക്നോളജിയുടെ വികസനം കണ്ടോ, അത് ശക്തിപ്പെടുന്ന കണ്ടോ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തിനാ ഇങ്ങനെ ലോകമായത്? ലോകം ഇത്രയും വളർന്ന എന്തിനാ? ടെക്നോളജി വളർന്ന എന്തിനാ? ഒറ്റ വാക്കേ ഉള്ളൂ, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം മുഴു ലോകത്തോടും പ്രസംഗിക്കും. അപ്പോൾ ലോകാവസാനം ഇങ്ങ് വരും. ഇത്രേ ഉള്ളൂ. അതിനാ എയർപോർട്ട്, അതിനാ മൊബൈൽ, അതിനാ ടെലികമ്മ്യൂണിക്കേഷൻ ശക്തമാകുന്നത്, അതിനാ നല്ല റോഡുകൾ, ആകാശപാതകൾ, ഇംഗ്ലീഷ് എന്ന ഭാഷ. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം മുഴു ലോകത്തോടും പ്രസംഗിക്കും. അപ്പോൾ യുഗാവസാനം വരും. ഈ ബൈബിൾ പറഞ്ഞ ഒന്നും നടക്കാതിരുന്നിട്ടില്ല ബ്രദറെ. തമ്പുരാൻ അരുളി ചെയ്തൊന്നും നടക്കാതിരുന്നിട്ടില്ല. ഞാൻ എൻ്റെ വാക്കുകൾ കൂടി വായിച്ചു കേൾപ്പിക്കാം. അത്ഭുതം തോന്നുന്ന വിധത്തിൽ കാലം പോകുന്ന പോക്കിൻ്റെ ആ ശക്തിമത്തായ വഴികൾ അത് പറഞ്ഞു തരാം. പക്ഷെ മനുഷ്യനൊത്തിരി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ലോകം ഏതാണ്ട് കുഴപ്പം പിടിച്ചിരിക്കുക. നല്ലെന്നേ ഒരു പാടുണ്ട്, പണ്ടങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ, അവിടെ പുഴയുണ്ടായിരുന്നല്ലേ, മോനറിയോ? ഇല്ല. അവിടെ മതങ്ങൾ തമ്മിൽ സംഘടനമില്ലായിരുന്നു, എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞു. ഞാൻ ഇവിടെ ചെയ്ത് എന്നായിരുന്നു പണ്ടങ്ങാണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ചരിത്രത്തിൽ നിന്നും മനുഷ്യൻ അങ്ങനെ കഴിഞ്ഞിട്ടേ ഇല്ല. ഇവിടെ അടിയായിരുന്നു, മുറ്റടി. മനസ്സിലായില്ലേ? പലരും പറഞ്ഞ് ഇന്ത്യക്കൊരു പുരാതന സുവർണകാലം ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കട്ടെ. എന്നായിരുന്നു? ഇല്ലെന്ന്. ഇതൊന്നും കേട്ട് തെറ്റിദ്ധരിക്കല്ലേ. നമ്മൾ കേൾക്കുന്നത് എന്താ? ഇടയ്ക്ക് നമ്മുടെ അനീഷ് കാവാൽ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാനതിലെ വരിക, ഇച്ചിരി നല്ല മീൻ മേടിച്ചുകൊണ്ട് വരാം, വിഷമില്ലാത്ത പച്ചക്കറിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഇത് ഒരു നേരമല്ല കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പഴയ കടയിൽ പോകണ്ടേ? വിഷമില്ലാത്ത സാധനമേ, മരുന്നടിക്കാത്ത സാധനമേ. ഞാൻ ഇതിനോട് അങ്ങ് പൊരുത്തപ്പെട്ടു, ഇത് മതിയെന്ന്. എന്താ കാരണം കേൾക്കണ്ടേ? എൻ്റെ സ്നേഹിത, ഈ പച്ചക്കറി വന്ന ശേഷം മനുഷ്യൻ്റെ പട്ടിണി മാറിയെന്ന് പിടിയിട്ടോ. ഈ അരി വന്ന ശേഷം മനുഷ്യൻ ചോറുണ്ട് തുടങ്ങിയെന്ന്. ഈ മിൽമ തുടങ്ങിയ പിന്നെ നമ്മൾ ചായ കുടിച്ചെന്ന്. മറ്റേ ആടോ പശുവോ പോലൊരു സാധനം വീട്ടി ആ ചായ എല്ലാവർക്കും കിട്ടുകയില്ലെന്ന്. മനുഷ്യൻ്റെ കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ മാറിയതേ ആധുനികത ശക്തിപ്പെട്ടപ്പോഴാണ്. മനുഷ്യന് ഇഷ്ടംപോലെ വസ്ത്രം ഉണ്ടായതേ, മനുഷ്യന് എഴുത്ത് സാമഗ്രികളും ജീവിത സൗകര്യവും ഉണ്ടായതേ ആ യന്ത്രവൽകൃതമായൊരു ലോകം വന്നപ്പോഴാണ്. മൃഗം പണിയെടുത്തിട്ടോ മനുഷ്യൻ പണിയെടുത്തിട്ടോ നടക്കൂല. ടെക്നോളജി വികാസം പ്രാപിച്ചപ്പോഴാ മനുഷ്യൻ്റെ ജീവിതം സുരക്ഷിതമായത്. മനുഷ്യന് വില വന്ന എന്നാ? അത് ആധുനിക കാലത്താണ്. ഇത് സന്തോഷമില്ല? സന്തോഷിക്കണം. കാരണം ഈ കണ്ടുപിടുത്തത്തിൻ്റെ ഒക്കെ പിന്നെ പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു. പിടിയോ? കോവിഡ് കാലത്തെ ആഹാരത്തിന് വല്ല ബുദ്ധിമുട്ടും വന്നോ? കിറ്റ് കിട്ടിയില്ലേ? എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാനല്ല ഞാൻ പറഞ്ഞു. കിറ്റ് കിട്ടിയില്ലേ വോട്ട് ചെയ്യണമെന്നല്ല അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ എന്താ അറിയണ്ടേ? ഇതെങ്ങനെയാണ് കിട്ടിയതറിയണ്ടേ? ഗ്രിഗർ മെൻഡൽ എന്നറിയപ്പെടുന്നൊരു പുരോഹിതൻ, ബൈബിൾ വായിക്കുന്ന ബൈബിൾ പഠിക്കുന്ന ഒരു പുരോഹിതനാ ഈ ജനറ്റിക് എഞ്ചിനീയറിങ് തുടങ്ങി വെച്ചത്. ഈ ഭക്ഷ്യവസ്തുക്കൾ സുലഭമായി കിട്ടുന്ന ടെക്നോളജി ഒരു പ്രാർത്ഥന മനുഷ്യൻ്റെയാണ്. കൃത്രിമ ശ്വാസം കൊടുത്ത് മനുഷ്യനെ നിവരെ നിർത്തുന്ന പ്രാണൻ തിരിച്ചു കിട്ടുന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതേ ഒരു പ്രാർത്ഥന മനുഷ്യനാ. എന്നെ നിങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ഈ വൈദ്യുതി ഇല്ലേ, ഇത് കണ്ടുപിടിച്ച മൈക്കൽ ഫാരഡേ യഹൂദനായ ഒരു ദൈവ മനുഷ്യനാണ്. മനസ്സിലായില്ലേ? ഇന്ന് ലോകം വളർന്ന് ഈ വളർച്ചയുടെ എല്ലാം പിന്നിലേ ഈ പുസ്തകം വഹിച്ച പങ്ക് വലുതാ. ഇതിനാ ഞങ്ങൾ ഇത് ഇന്ത്യയിൽ പ്രസംഗിക്കുന്നത്. ഈ പുസ്തകം കൊണ്ട് ഞങ്ങൾ തലങ്ങും വിലങ്ങും പ്രസംഗിക്കുന്നത് ഇരുളടഞ്ഞ ഈ രാജ്യത്തെ ഈ മണ്ഡലത്തെ മുഴുവൻ മാറ്റിമറിക്കാനാ. പൗരാണികതയുടെ സുഖം പേറി അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് വീമ്പിളക്കുന്ന നിങ്ങളൊന്ന് പറഞ്ഞതാ. എന്താ പൗരാണികതയുടെ സുഖം? ക്ഷമിക്കണം, എന്നോടൊരുത്തം പറഞ്ഞ് നളന്തയും തക്ഷശിലയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സംഗതി ശരിയാ. ഇവിടെ ആരാ പഠിച്ചേ? പഠിക്കാൻ സമ്മതിക്കുമായിരുന്നോ? ഇതിനകത്ത് കയറാൻ സമ്മതിക്കുമായിരുന്നോ? ഇല്ല. ഇതൊക്കെ ഒരു പറ്റം മനുഷ്യർ കൈയടക്കി വെച്ചപ്പോഴേ എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവരെയും പഠിപ്പിക്കണം, എല്ലാവരും ജിജ്ഞാസാവടുക്കളാകണം. ഈ ചിന്തയോട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചതേ യേശുവിൻ്റെ അനുഗാമികളായ സുവിശേഷകരാണ്. ഹല്ലേലൂയ! യേശുവിനെ പ്രസംഗിച്ചവരാണ് നാടിനെ മാറ്റിമറിച്ചതെങ്കിൽ ഇതും കൊണ്ട് തലങ്ങും വിലങ്ങും നിൽക്കുന്നവന്റെ വഴി തടഞ്ഞാൽ നീ വെളിച്ചത്തിന്റെ വഴിയാണ് തടയുന്നത് എന്ന സത്യം മനസ്സിലാക്കിക്കൊള്ളണം. രാജ്യത്തെ മുഴുവൻ പ്രകാശമാന്യമാക്കുന്ന ലോകത്തിന്റെ വെളിച്ചമാണ് കർത്താവായ യേശുക്രിസ്തു. ഈ സുവിശേഷമാണ് ലോകത്തെ മാറ്റിമറിച്ചത്. അതിൻ്റെ ആധുനികവൽക്കരിക്കപ്പെട്ട ഇന്നത്തെ മാറ്റങ്ങളുടെ മുഴുവൻ മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ബൈബിളിനോടാണ്. എനിക്കത് എണ്ണി പറയാനുണ്ട്, ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാലേ ഒരു മറുവശം പറയാം. ഈ ലോകത്തെ ഇന്ന് കാണുന്ന അളവിൽ ഈ ഇംഗ്ലീഷ് ഭാഷയും ഈ സാങ്കേതിക വിദ്യയും
ഈ കാണുന്ന സംവിധാനങ്ങളിലുള്ള മാറ്റിമറിക്കാൻ, ഈ ലോകത്തിൻ്റെ മുഴുവൻ മാറ്റത്തിന് കാരണം ആരാന്നറിയണ്ടേ? അത് സംശയിക്കേണ്ട, വെള്ളക്കാരനാണ്. അവന് യഹൂദനോട് കൂടിയാൽ ലോകത്തെ മുഴുവൻ ഈ രൂപത്തിലാക്കിയത്, ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും. മനസ്സിലായില്ല? ബ്രിട്ടീഷുകാരനെ കുറ്റം പറയുമ്പോൾ ഓർത്തോണം, ലോകം മുഴുവൻ ബ്രിട്ടീഷുകാരൻ ഭരിച്ചില്ലായിരുന്നെങ്കിലുള്ള സ്ഥിതി അറിയോ? ബോധം വരില്ലായിരുന്നെന്ന്. അവൻ ലോകത്തെ ഭരിച്ചപ്പോൾ ഇംഗ്ലീഷ് ഭാഷ ലോകം മുഴുവൻ ചെന്നെന്ന് സംശയമാണോ? അവിടെ ലോകം മുഴുവൻ ബ്രിട്ടൻ്റെ ആധിപത്യത്തിൽ വരുന്ന രംഗമാണ് ഈ ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കും കാണുന്നത്. മനസ്സിലായില്ല? ഒരു സിംഹം അലറി വരിക. അലറിയപ്പോൾ വന്നതാരാന്നറിയണ്ടേ? ഒരു വെള്ളക്കുതിര. പഠിക്കണം, സിംഹം ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നമാണ്. ഗ്രേറ്റ് ബ്രിട്ടനാണ് ലോകത്തെ ഇന്ന് കാണുന്ന അളവിലേക്ക് ഉൽപ്പാദിപ്പിച്ച് പുനരുജ്ജീവിപ്പിച്ച് ഭാഷയും സാഹിത്യവും സംസ്കാരവും ലോകത്തിന് കൊടുത്തത്. വൈദ്യുതി അവൻ്റെ കണ്ടുപിടുത്തം, ആ കാലത്തിൻ്റെ കണ്ടുപിടുത്തം. വില്യം ഷേക്സ്പിയറെ പോലുള്ള സാഹിത്യകാരന്മാർ ആ കാലത്തിൻ്റെ കണ്ടുപിടുത്തം. ബൈബിൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മൊഴി മാറ്റിയത് ആ കാലത്തിൻ്റെ ശ്രേഷ്ഠത. അങ്ങനെ ലോകം ഇന്ന് കാണുന്ന അളവിൽ പരിഷ്കരിച്ചു കൊണ്ടുവന്നതാണ് ഈ ബ്രിട്ടൻ. ബ്രിട്ടൻ എന്ന് കേൾക്കുമ്പോൾ ബ്രിട്ടൻ മാത്രമല്ല, ആ കൂടെ ഓസ്ട്രേലിയ, അമേരിക്കയുണ്ട്. ഇവരെ ഒരുമിച്ചൊരു പേര് പറയാം, വൈറ്റ്സ്, വെള്ളക്കാർ. ലോകം വെള്ളക്കാരൻ്റെ കാൽക്കീഴിലായിരുന്നു. പക്ഷെ അവനങ്ങ് അഹങ്കരിച്ചു. അവൻ്റെ പരിപാടി കേട്ടോ, വെള്ള സമാധാനത്തിൻ്റെ കൂടി പ്രതീകമാണ്. പക്ഷെ അതിന്മീതെ ഇരിക്കുന്നവൻ്റെ പക്കൽ ഒരു വില്ലുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ബ്രിട്ടനുമൊക്കെ സമാധാനം കൊടുക്കുന്നത് അടിച്ചു നിരത്തിയ സമാധാനം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സമാധാനം വരുമല്ലോ. ഞാൻ ഇടയ്ക്ക് പോയപ്പോൾ ഒരു മതത്തിൻ്റെ പേരുമൊക്കെ എന്നോട് ചോദിച്ചിട്ട് ചില ആൾ പറഞ്ഞു, ഇത് സമാധാനമല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സമാധാനമാണ്. കാരണം നമ്മളെല്ലാം കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. ഇതുപോലെ ബ്രിട്ടൻ ഒരായുധം കയ്യിലുണ്ട്. ഇത് വെച്ചുള്ള യുദ്ധം കേട്ടില്ലെങ്കിൽ അടിക്കും. അങ്ങനെ ബ്രിട്ടൻ്റെ കീഴിൽ അമേരിക്കയും ഓസ്ട്രേലിയയുമൊക്കെ ചേരുന്ന ഇംഗ്ലീഷ് സഖ്യത്തിൻ്റെ ആ വലിയ ലോകാധിപത്യം ഇങ്ങനെ നിൽക്കവേ അവനെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു രണ്ടാം ശക്തി ചരിത്രത്തിലേക്ക് ചാടി വന്നു. ഒരു രണ്ടാം ജീവി വിളിച്ചു, വരിക. വന്നു തരാൻ തരണ്ടേ? ഒരു ചുവന്ന കുതിര വിളിച്ചു തരാൻ തരണ്ടേ? രണ്ടാം ജീവിയായ കാള. പണിയെടുക്കുന്നവൻ്റെ പ്രതീക. വണ്ടി വലിക്കുന്ന ജീവിയാ, ചുമടെടുക്കുന്ന ജീവിയാ, നിലമുഴുന്ന ജീവിയാ. കലപ്പ വെച്ച് കാള വിളിച്ചു വരാൻ. വന്നത് ചുവന്ന കുതിര. വെള്ളക്കാരൻ്റെ സർവാധിപത്യം ലോകത്തെ വരിക്കവേ നമ്മളൊരു വിളി കേട്ടു, സർവ്വരാജ്യത്തൊഴിലാളികളെ വാ. അന്നൊരു വരവാ, ചുവന്ന ഒരു വരവ്. ആ വരവിൻ്റെ ആധിപത്യം. അടുത്ത കാര്യം പറയാം, മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ സമാധാനമെടുത്ത് കളയത്തക്ക വണ്ണം ഒരധികാരം അവന് ലഭിച്ചു. 1, 2 ലോകത്തെ കണ്ടോ? ലോകത്തിൻ്റെ ഒന്നാമത്തെ ശക്തി വൈറ്റ് പവർ ആണെങ്കിൽ രണ്ടാം ശക്തി ചുവപ്പൻ പവറാണ്. സായിപ്പിൻ്റെ മുടി വെള്ള, അവൻ്റെ ശരീരം വെള്ള, അവൻ പറിച്ചുയർത്തിയ സംസ്കാരം വെള്ള. രണ്ടാം ജീവിയുടെ പ്രത്യേകത കേട്ടോ, മംഗോളിയൻ്റെ മുടി ചുവപ്പ്, കൊടി ചുവപ്പ്, ജീവിതം മൊത്തം ചുവപ്പ്. റഷ്യക്കാരൻ്റെ കാര്യം പറഞ്ഞത്. ഈ 2 ശക്തികൾ തമ്മിലുള്ള അടിയാണ് ലോകം കണ്ടുകൊണ്ടിരുന്നത്. എന്ന് വരെയാണെന്നറിയണ്ടേ? 90 വരെ. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ ശേഷം ലോകം കണ്ടുകൊണ്ടിരുന്നത് ഈ 2 ശക്തികൾ തമ്മിലുള്ള അടിയാണ്. ഈ അടി നടക്കുമെന്ന് ഉറപ്പായപ്പോൾ നമ്മുടെ നെഹ്റു പറഞ്ഞു, ഞങ്ങൾ ഇവൻ്റെ ഒന്നും ഒരു ചേരിയിലും ഇല്ല, അന്തസ്സായിട്ട് സ്വന്തം കാലേ നിൽക്കും. ഈ രാജ്യങ്ങൾ അടിച്ചാൽ ഒരു ചേരിയിലും കൂടാതെ ചേരാന്ന് പറഞ്ഞ് നിൽക്കും. ഒരു ചേരിയിലും ചേരിയില്ല. അല്ല, അന്തസ്സോടെ നെഹ്റു അഭിമാനത്തോടെ അവിടെ നിന്ന് പ്രഖ്യാപിച്ചു. അന്ന് രാത്രി തന്നെ അതിരഹസ്യമായിട്ട് റഷ്യയുടെ കൂടെ ചേരുകയും ചെയ്തു. മനസ്സിലായില്ലേ? 7ാം കപ്പൽപ്പട സംഭവമൊക്കെ വായിച്ചാൽ ഈ കാര്യം മനസ്സിലാകും. ഇന്ത്യ റഷ്യൻ പക്ഷത്താണ്. അപ്പോൾ 1, 2 ലോകത്തിൻ്റെ അടി 1990കൾ അങ്ങോട്ട് തീരാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ 90കളുടെ ഒടുവിൽ ലോകം ഞടുക്കുന്നൊരു വാർത്ത കേട്ട ഉറങ്ങിയ സോവിയറ്റ് നാടിൻ്റെ പതനം.
സോവിയറ്റ് റഷ്യ തകർന്നതോടെ ചുവപ്പനാധിപത്യത്തിൻ്റെ കരുത്ത് നഷ്ടപ്പെട്ടിട്ട് ലോകത്ത് പിന്നെ ഒരു ശക്തി ഉണ്ടായിരുന്നു, അമേരിക്ക, അല്ലെങ്കിൽ വെള്ളക്കാരൻ്റെ ശക്തി. അത് നീണ്ടു നിന്നില്ല. കഷ്ടിച്ച് ഒരു 10 കൊല്ലം എന്ന് വെച്ചാൽ 2000 ആണ്ട് അങ്ങോട്ട് തുടങ്ങി. കഴിഞ്ഞ നൂറ്റാണ്ട് തീർന്നത് റഷ്യയുടെ പതനത്തെ കുറിച്ച് കേട്ടാണെങ്കിൽ പുതിയ നൂറ്റാണ്ട് ഉണർന്നത് അമേരിക്കയുടെ തകർച്ചയെക്കുറിച്ച് കിട്ടണ്ട. അമേരിക്ക തകർന്നു, സാമ്പത്തികമായി തകർച്ച. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം പണം കടം വാങ്ങി ജീവിക്കുന്ന ആളുകളാണ് അമേരിക്ക. ഞാനതൊന്നും വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ നേരമില്ല. കണക്കിൽ മാത്രമുള്ള ചില സംവിധാനങ്ങളിലൂടെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിലുണ്ട്, പക്ഷേ കനത്ത തകർച്ച. ഈ 2 ശക്തികളും തകർന്നെങ്കിലും അവരാ ശക്തി. അതാ കാര്യം. അവർ തകരാത്തതല്ല, തകർന്നിട്ടും അവർക്കാണ് പവർ. 1, 2 ശക്തി കഴിഞ്ഞാൽ 3-ാം ശക്തിക്കൊരു പേര് പറയും, തേർഡ് വേൾഡ്, 3-ാം ലോകം. അങ്ങനെ സാമൂഹ്യ യാത്രക്കാരന്മാർ ലോകത്തെ വിലയിരുത്തുന്നത് 3-ാം ശക്തി. 1-ാമത്തെ ശക്തി വെള്ളയായിരുന്നെങ്കിൽ, 2-ാമത്തെ ശക്തി ചുവപ്പായിരുന്നെങ്കിൽ, 3-ാം ശക്തി കറുപ്പാണ്, ബ്ലാക്കാണ്. ബ്ലാക്സിൻ്റെ രാജ്യങ്ങൾ എടുക്കുക. നമ്മുടെ ആഫ്രിക്ക, ഈജിപ്റ്റ്, സുഡാൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ, ബർമ്മ, ബംഗ്ലാദേശ്, ലങ്ക. നമ്മൾ ഒരു രാജ്യത്തിൻ്റെ പേര് വിട്ടുപോയി, നമ്മുടെ ഇന്ത്യ. അത് വിട്ടുപോകാൻ കാരണം, ഞാനടുത്ത കാലത്തൊരു വിദേശ രാജ്യത്ത് പോയി. അവിടെ പോയി എന്ന് പറയണമെന്നല്ല, ചെന്നിറങ്ങിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പ്രിയമുള്ളവരെ, ഞാനിവിടെ ഇന്ത്യക്കാരനായിട്ടാണ് വന്നേ, ഇന്ത്യൻ. തിരിച്ച് ഞാൻ ഭാരതനായിട്ടായിരിക്കും അവിടെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. കാരണം ഇന്ത്യൻ എന്നുള്ള മാറ്റി ഇപ്പോൾ എങ്ങനെ ആക്കി? അപ്പോൾ നമ്മളെങ്ങനെ ആക്കണം? അതുകൊണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് വിട്ടുപോയതാ, പോട്ടെ. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം എടുത്താൽ പറയാം കറുപ്പ് രാജ്യങ്ങൾ, അല്ലെങ്കിൽ പട്ടിണി രാജ്യങ്ങളാണ്. ഇന്ധനമില്ല ഈ രാജ്യത്തിൻ്റെ പ്രശ്നം, വില കൂടുതലാണ്. ഈ രാജ്യങ്ങളുടെ അടുത്ത പ്രശ്നം ഭക്ഷ്യവസ്തുക്കളില്ല. അടുത്ത പ്രശ്നം ഈ രാജ്യത്ത് മരുന്നില്ല, വേണ്ടത്ര ചികിത്സ. ഇന്ത്യയിലല്ല കേട്ടോ. കാരണം ഇന്ത്യയെ മാറ്റി പറയാൻ കാരണം, ഈ ഇല്ലായ്മയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലെ സമ്പന്ന രാജ്യം ഇന്ത്യയാണ്. 3-ാം ലോക രാജ്യത്തിലെ സമ്പന്ന രാജ്യം ഇന്ത്യയാണ്. ഇല്ലായ്മക്കാരുടെ കോടീശ്വരൻ നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ തീരെ അതേപോലെയൊന്നും പോയിട്ടില്ല, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ എന്താ 3-ാം മുദ്ര പൊട്ടിച്ച വന്നതറിയണ്ടേ? ഒരു കറുത്ത കുതിര, വിളിച്ചതൊരു മനുഷ്യൻ. അവനൊരു തുലാസ കയ്യിൽ പിടിച്ചിരിക്കുന്നു. തുലാസ കയ്യിൽ പിടിച്ചിരിക്കെ പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 3 ഇടങ്ങഴി യവം. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. എണ്ണ ഇന്ധനത്തിൻ്റെ പ്രതീകം, വീഞ്ഞ് മരുന്നിൻ്റെ പ്രതീകം. അമിതമായ ജനസംഖ്യയുള്ള ഈ രാജ്യങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ തികയുന്നില്ല, എണ്ണ തികയുന്നില്ല, മരുന്ന് തികയുന്നില്ല. അപ്പോൾ ജീവികൾ 4 പേരും പറഞ്ഞു, അധികം ചിലവാക്കരുതേ എന്ന് പറയുന്ന ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ 4-ാം ജീവിയാണ് വായിച്ച് നിർത്തിയത്. അത് വായിച്ചൊക്കെ ഫിനിഷ് ചെയ്തേക്കാം. 8 മുതൽ വായിച്ചു. 4-ാം ജീവി 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. ഇത് പച്ച നിറമുള്ളൊരു ജീവിയാ. അതിൻ്റെ മീതെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്, മരണമെന്നാണ് പേര്. പച്ച ലോക ഭീകരതയുടെ നിറമാണ്. അഫ്ഗാനിസ്ഥാനിലൊരു സ്കൂളിൽ ഒരു പിഞ്ചോമന കുഞ്ഞ് ഉച്ചഭക്ഷണത്തിന് വേണ്ടി ആ ടിഫിൻ ബോക്സ് അങ്ങോട്ട് പൊട്ടിച്ചു, തുറന്നു. ഉച്ചഭക്ഷണം വാരിക്കഴിക്കാൻ ആകാംക്ഷ പുരസരം അതിലേക്ക് കൈയിടുന്നൊരു കുഞ്ഞിൻ്റെ വിശപ്പും ആദിത്യവും ആകാംക്ഷയും നമുക്കറിയാം. ആ പാത്രം പൊട്ടിത്തെറിച്ചു. കുഞ്ഞും 127 അധ്യാപകരും വിദ്യാർത്ഥികളും ആ സ്ഥാപനത്തിൽ സ്ഫോടനത്തിൽ മരിച്ചു. ഈ ടിഫിൻ ബോക്സിൽ ബോംബ് ഒളിപ്പിച്ച വേറെ ആരുമല്ല, സ്വന്തം അപ്പൻ. പിണങ്ങിയല്ലെന്ന്, ചുമ്മനോ കൊടുത്ത് കെട്ടിപ്പിടിച്ചാ വിട്ടെ, പിണങ്ങിയല്ല, സ്വർഗത്തിൽ പോകാനുള്ള വഴിയാണ്. മനസ്സിലായില്ലേ? ഭീകരത എങ്ങനെയെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നു എന്നതിൻ്റെ തെളിവാണ്. പക്ഷേ ഇന്ന് സ്ഥിതിക്കൊക്കെ ഒത്തിരി മാറ്റം വരിക. സ്ഥിതിഗതികൾ മാറി, ഭീകരതയ്ക്ക് നിറം ഏതാണ്ട് വിളറി. നിറം വിളറാൻ കാരണമുണ്ട്. കഴുകൻ ഇടപെട്ടു. കഴുകനാ പറഞ്ഞ് വരാൻ. ചരിത്രം പഠിക്കണം. കഴുകൻ അമേരിക്കയുടെ ചിഹ്ന.
അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇത്തരം രാജ്യങ്ങളെ അടിച്ചൊതുക്കിയിട്ട് പറഞ്ഞ് ഭീകരത നിങ്ങൾ വളർത്തുന്നു, ബോംബ് പൊട്ടിക്കുന്നു, അതിർത്തി കടന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു, പിടിച്ചെടുക്കുന്ന പടയാളികളെ വികൃതമായി നിങ്ങൾ ആക്ഷേപിക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു. ഇതാ ഇത്തരം രാജ്യങ്ങളാകെ മാറുന്നു. ഈ രാജ്യങ്ങൾ മാറുന്ന കണ്ടിട്ട് പത്രങ്ങൾ എഴുതുന്നതാ അവിടെയൊക്കെ മാറ്റം വരുന്നു. സൗദി അറേബ്യയിൽ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്, വലിയ മാറ്റം വന്നിരിക്കുന്നു. അവിടെ ലോകസുന്ദരി പട്ടണത്തിന് വേണ്ടി മത്സരിക്കുന്ന അവിടുത്തെ സ്ത്രീകളെ കാണുന്നു, ആകെ സംഗതി മാറുന്നു. ശുഭകരമായ വാർത്തകൾ എഴുതിക്കൊണ്ട് പത്രങ്ങൾ പറയുന്നത് അവിടെ മാറ്റം, ഇവിടെ മാറ്റം. ഇതൊക്കെ എന്താ കാര്യം തരണ്ടേ? ആഗോളപരമായി ഇത്തരം സാമ്രാജ്യ ശക്തികൾ അടിച്ചൊതുക്കിയിട്ട് പറഞ്ഞു, കച്ചവടം വേണോ, ഇന്ധനം ഞങ്ങൾ വിലക്ക് മേടിക്കണോ, ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഭീകരതയോട് വിട പറയണം, ഇത്തരം ഏർപ്പാടുകൾ നിർത്തണം, നിങ്ങൾ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ആ പരീക്ഷണം നിർത്തണം, നിർത്താത്ത പക്ഷം നിങ്ങളുടെ ഇന്ധനം വാങ്ങൂല, ഇത് ഇവിടുന്ന് നശിക്കും. പകരം ബദൽ ഇന്ധനങ്ങളുണ്ട്. ആ ബദൽ ഇന്ധനങ്ങളിലേക്ക് പോയാൽ വണ്ടിയും മറ്റ് വാഹന സൗകര്യങ്ങളുടെയൊക്കെ ലോകം സ്തംഭിക്കും, വ്യവസായങ്ങൾ ഇടിയും, മരുഭൂമി മാത്രമുള്ള ഈ സ്ഥലത്ത് ഇതൊന്നും കൊള്ളാതെ വരും. ആ സ്ഥിതിയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കരുത്. ഭരണകൂടത്തിന് കേൾക്കേണ്ടി വന്നു. പക്ഷേ അതങ്ങനെ വിശ്വസിക്കാൻ വരട്ടെ. അടിച്ചൊതുക്കുന്ന ഏത് സമാധാനവും താൽക്കാലികമാണ്. തെളിവ് വേണം. സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളോട് മിണ്ടരുത്, അനങ്ങരുത്. സാറിങ്ങനെ പറയും, ലാസ്റ്റ് പീരീഡൊക്കെ നമ്മളിങ്ങനെ ഇരിക്കില്ലേ, മിണ്ടിപ്പോന്നവൻ്റെ പേരെഴുതാം. നമ്മളെങ്ങനെ എഴുതിയിട്ട് സാറുമാർ വർത്താനം പറയാൻ പോവാം, അതാ മിണ്ടരുതെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ഇതറിയാം, ഇവരിങ്ങനെ കേട്ടിരുന്നേച്ച് ആ കൂട്ടവല്ലടിക്കുമ്പോൾ അതുങ്ങൾ പോകുന്നുണ്ടോ, ഒറ്റ കൂവിച്ച് ആദ്യം. ആരെയാ കൂവിയെ? സാറിനെ, അപ്പനെ, അമ്മയെ, വിദ്യാഭ്യാസ വകുപ്പിനെ, മന്ത്രിയെ, നമ്മളെല്ലാം കൂടെ പ്രതിഷേധിച്ച് കൂവിയതാ. അടച്ചു പിടിച്ച അച്ചടക്കം ഇങ്ങനെയാണ്, അത് പൊട്ടിത്തെറിക്കുന്നു. അപ്പം മനസ്സിലായോ? അപ്പോഴേ പച്ച വീര്യം കൂട്ടിയൊരു വരവുണ്ട്. കാരണം പുത്രനെ നിഷേധിക്കുന്നവനാണ് എതിർക്രിസ്തു. എതിർക്രിസ്തു വരേണ്ട കുടുംബം അത്. എതിർക്രിസ്തുവിൻ്റെ കുലത്തിൽ കയറിയ സമാധാനം വരുത്തിയിരിക്കുന്നതേ. അതുകൊണ്ട് അവൻ അക്രമാസക്തനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പാതാളം അവനെ പിന്തുടരുമെന്ന്. ഇങ്ങോട്ട് ഇട്ടേക്കാൻ ശവം. അടുത്തതാ, ഇടുക്കിക്കാർക്ക് കേട്ടാൽ എളുപ്പം മനസ്സിലാകുന്ന കാര്യം, പെട്ടെന്ന് വായിച്ച്. എൻ്റെ കുഞ്ഞ് ഈ അവസാന നിമിഷം കൊടുക്കണോ, അങ്ങ് മേടിച്ച് വായിച്ചു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും. എന്തുകൊണ്ടാ കാട്ടുമൃഗങ്ങളെ? ഞാൻ 10 വർഷം മുമ്പ് ഇത് പ്രസംഗിച്ച വീഡിയോ കിടപ്പുണ്ടേ. ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. കാട്ടുമൃഗം പെരുകുന്ന കണ്ടോ? എന്താ മനസ്സിലായി? അതിന് ഈ ശാസ്ത്ര അജ്ഞന്മാർ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. മണൽ വാരരുത്, കാരണം പ്രകൃതിക്ക് ഏതാണ്ടെല്ലാം പ്രശ്നം വരുമെന്നാണ് പറയുന്നത്. മണൽ വാരുന്നില്ല. മണൽ വാരാതെ വന്നപ്പോൾ പമ്പാ നദിയൊക്കെ ഗതി മാറി ഒഴുകി നമ്മുടെ പറമ്പെല്ലാം നഷ്ടപ്പെട്ടു. അതൊരു വശം. മണൽ വാരാതിരുന്നിട്ട് പകരം പണി എന്താണെന്നറിയണ്ടേ? പാറ പൊട്ടിച്ച് മണലുണ്ടാക്കുക. സ്വസ്ഥമായ മണൽ നഷ്ടപ്പെടുത്തിയിട്ട് പാറയിൽ വലിയ ബ്ലാസ്റ്റ് നടത്തി മണലുണ്ടാക്കുന്ന വിഡ്ഢികൾ താമസിക്കുന്ന സ്റ്റേറ്റാണ് കേരളം. നമ്മളേറ്റവും വലിയ ബുദ്ധിമാന്മാർ. പക്ഷേ പാറയ്ക്ക് സ്ഥിരം വരുത്തിയിട്ടേ ഭൂമി മുഴുവൻ കുലുക്കി മണലുണ്ടാക്കി നാച്ചുറൽ മണൽ വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ കുറേ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഈ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങോട്ട് വണ്ടി ഇറങ്ങാതിരുന്നാൽ കുറേ കാര്യമൊക്കെ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? പ്രകൃതി മൃഗം പ്രകൃതിയുടെ ഭാഗമാണ്. അത് ഭയങ്കര സംഭവമാണ്. നിനക്കറിയോ? ഇടുക്കിക്കാർ മനസ്സിലാക്കിക്കോ, ഈ മൃഗം ഭയങ്കര പ്രകൃതി വിരുദ്ധമാണ്. അതിൻ്റെ ജീവിതം നമ്മളുള്ളതുകൊണ്ടാണ് പ്രകൃതി നിൽക്കുന്നത്. വിശ്വാസമില്ല? പ്രകൃതി നിൽക്കുന്ന മനുഷ്യനുള്ളത് കൊണ്ടാണ്, നല്ല മൃഗം ഉള്ളതുകൊണ്ടല്ലെന്നേ. എന്താ കാര്യം? പറയാം. മനുഷ്യൻ കുറേയൊക്കെ പ്രകൃതി ചൂഷണം ചെയ്യുന്നുണ്ടില്ലെന്നല്ല, കുറവാണ്. കാരണം മനുഷ്യൻ എന്തെടുക്കുന്നോ അത് മനുഷ്യൻ തിരിച്ചിടുന്നുണ്ട്. ഉദാഹരണം, മനുഷ്യനാ കൃഷി ചെയ്യുന്നത്, അല്ലാതെ ആന കരിമ്പന്തോട്ടം സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് കഴിക്കുകയാണോ? അല്ല. മനുഷ്യനാ തെങ്ങ് വെക്കുന്നു, മനുഷ്യനാ വാഴ വെക്കുന്നു, മനുഷ്യനാ കപ്പ വെക്കുന്നു. ഒരു മൃഗവും അധ്വാനിക്കുന്നില്ല. പിടികിട്ടിയോ? മനുഷ്യനാ ഇതെല്ലാം ചെയ്യുന്നത്. കണ്ടത്തെ കാര്യം, മനുഷ്യൻ അവൻ ആവശ്യമുള്ളതോ അതിലല്പം കൂടുതലാണ് എടുക്കുന്നത്. കരിമ്പ് വെട്ടണം, ആവശ്യത്തിനാണ് വെട്ടുന്നത്. ആന എങ്ങനെയാണോ? ആന അത് മുഴുവൻ നശിപ്പിക്കുക. ഈ ജീവജാലങ്ങൾ അത് മുഴുവൻ നശിപ്പിക്കുക. പരിഷ്കൃത രാജ്യങ്ങളിൽ ചെല്ലണം. നമ്മളെ ഈ ഗലീലിയക്കടലിൻ്റെ തീരം വഴി ഒത്തിരി പന്നികൾ എല്ലാം നടക്കുന്നുണ്ട്. അത് സാധാരണ പന്നിയല്ല, നമ്മൾ ഈ കാണുന്നതിനേക്കാളൊക്കെ നല്ല കരുത്തുള്ള പന്നി. എനിക്കത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ ഗദരദേശത്ത് ഊതരസ്ഥം പറഞ്ഞില്ലേ, ഞാൻ ഊതം പറഞ്ഞില്ലേ, ആ പന്നികളുടെ ഇടയിലേക്ക് പോകാം.
പോയി കയറി, പന്നി പോയി കടന്നുകൂട്ടത്തോടെ ചാടി. അപ്പം ഞാൻ ഇത്തരം പന്നികളെ കണ്ടപ്പോൾ ഓർത്തു, പണ്ട് ഈ ശാസിച്ച് വിട്ട അന്നേരം പോയി കയറി ആ പന്നികളുടെ കൊച്ചുമക്കളായിരിക്കും ഈ പന്നിയെന്ന് എനിക്ക് മനസ്സിലായി. പഴയ പന്നിയുടെ ആ ചെറിയ കൊച്ചുമക്കൾ, ന്യൂ ജനറേഷനിൽപ്പെട്ട ആ ടൈപ്പ് സാധനമാണിതെന്ന് എനിക്ക് മനസ്സിലായി. കടുംതൂക്കോട്ട് വന്നത് ചാടി. അതുകൊണ്ട് ചിലർ യോഗത്തിൽ പോലും ഈ കടുംതൂക്ക് ചാടുന്നവനെ കണ്ടിട്ടുണ്ട്. അതാ രസം. അപ്പോഴും ഓർത്തോണം ഗജരദേശത്തുനിന്ന് വന്നവൻ. കാരണം എന്താ? മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ ഇത്തരം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തോക്കും കൊണ്ട് നടക്കുക പോലീസ്. വെടിവെച്ച് കളയും, അതിനെ കളയും. മനുഷ്യന് ഉപദ്രവം വരുന്നതിനൊക്കെ വെടിവെച്ച് കളയും, ഇതിനൊക്കെ നശിപ്പിക്കും. നമ്മളൊക്കെ ഈ പാമ്പിനെ കണ്ട സല്യൂട്ട് അടിക്കണം. പാമ്പെന്ന് പോലും പറയില്ല, അതിഥി എന്ന് പറയണം ഒരുത്തൻ. ഈ അതിഥി എന്ന് വിളിക്കുന്നവൻ ഞങ്ങളുടെ നാട്ടിൽ വന്നു, കോട്ടയം ജില്ലയിൽ. അവൻ ചെന്നു, പക്ഷേ ആതിഥേയന് മനസ്സിലായില്ല ഇത് അതിഥിയാണ്. ഒരു കൊത്തങ്ങ് കൊത്തി. കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നുണ്ട്, രക്ഷപ്പെട്ട അതിഥി. ഈ വിഴപ്പാമ്പ്, ഈ ജീവജാലങ്ങളെല്ലാം മനുഷ്യൻ ഇങ്ങനെ പുലർത്തണമെന്നൊക്കെ പറയുന്ന വിഡിത്തം. പക്ഷെ നിങ്ങളൊക്കെ ഇതേ ചെയ്യൂ. എന്താ കാര്യം? നിങ്ങളെയല്ല പറഞ്ഞ, ഞാൻ അധികാരി വർഗത്തെയാണ് പറയുന്നത് കേട്ടോ. ഞാനും ഹൈറേഞ്ചിൻ്റെ ഒരു ഉൽപ്പന്നം ആകണ്ട പറയുന്നത്. ഇവിടുത്തുകാരനെ ഇവിടുന്ന് പോയതാണ്, കോട്ടടുത്ത്. എന്നാലും വേരൊക്കെ അവിടെ ഉണ്ട്, ഏലപ്പാറയിൽ, കോട്ടെ. അപ്പോൾ പറഞ്ഞു തന്നിനാതിൻ്റെ ശേഷം മനുഷ്യർക്ക് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നുകളവാൻ അധികാരം. കേരളത്തിൽ മാത്രമല്ല, ഇന്ന് മൂന്നാം ലോക രാജ്യങ്ങളിലെല്ലാം മരണം. കാട്ടുമൃഗങ്ങൾ എത്ര മനുഷ്യരെ കൊല്ലുന്നു നിങ്ങൾക്കറിയണ്ടേ? ഒരു കാലത്ത് ധാരാളം മനുഷ്യർ വാർത്ത സ്ഥലമെല്ലാം വിട്ടുകളഞ്ഞു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒത്തിരി സ്ഥലങ്ങൾ ഫ്രീ കിടക്കുക, ആർക്കും വേണ്ട. സ്ഥലത്തിന് വിലയില്ലാതായി. കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം. കർഷകന് കൃഷി ചെയ്യാൻ വയ്യ, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വയ്യ, അടുത്ത തലമുറയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. കർഷകന് ലഭിക്കേണ്ട ന്യായമായ പരിഗണനകൾ ലഭിക്കുന്നില്ല. അത് സർക്കാരിൻ്റെയും കുഴപ്പമില്ല കേട്ടോ. അന്തർദേശീയ തലത്തിൽ നടക്കുന്ന തിരതരം ഗൂഢാലോചനകൾക്ക് ശാസ്ത്രജ്ഞന്മാരെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന വലിയ ലോബിയിങ്. ഇതൊക്കെ കർഷകർക്ക് ആവശ്യമുണ്ട്. കട്ടപ്പന യോഗം വെക്ക്, ഞാൻ സുവിശേഷമല്ലാത്ത ഇത്തരം കാര്യങ്ങൾ വന്ന് പ്രസംഗിക്കുക, ഒരു പൈസയും തരണ്ട. കാരണം അറിയണം സമൂഹം. എന്നാൽ ബൈബിളിനെ ചേർത്ത് പറയട്ടെ, ഇതും ബൈബിള് മുൻകൂട്ടി കണ്ടു. നാശഗ്രസ്തമായ ഇത്തരമൊരു കാലം വരുമ്പോൾ ഭക്തനൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമയമെടുത്തു. യേശു വരാൻ സമയമായി. ഈ പുസ്തകം മുൻകൂട്ടി ദർശിച്ച സംഭവ പരമ്പരകൾ ഒന്നൊന്നായി നിറവേറാൻ കാലം സമാഗതമായി. അതിൻ്റെ നിറവിൽ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കാഹളം ധ്വനിക്കുമ്പോൾ ആ കത്ത് സന്നിധാനം പോകാൻ കഴിയാതെ ഒരാളെങ്കിലും ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത്ര വലിയ രക്ഷയെ പരിഗണിക്കാതെ പോയാൽ വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് മനുഷ്യരാശിക്ക് തെറ്റിയൊഴിയാൻ കഴിയുകയില്ല. മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി 2000 ആണ്ടുകൾക്കപ്പുറത്ത് കാൽവരിയുടെ കൊലമരത്തിൽ പുണ്യാഗരക്തം ബലിയാക്കി തന്ന നസ്രയനായ യേശുവിന്റെ ആ തിരുമരണത്തിൽ നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രത്യാശ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മരണത്തിന്റെ പ്രായശ്ചിത്ത മരണത്തിന്റെ സവിശേഷമായ ഉള്ളടക്കത്തിന്റെ കോശമാണ് സുവിശേഷമെങ്കിൽ, ആ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിൽ, ആ രക്തത്തിന്റെ ശക്തി ചൈതന്യത്തെ ഉയർത്തിക്കൊണ്ട് നമുക്ക് പറയാം, രക്ഷ യേശു ക്രിസ്തുവിന്റെ തിരു രക്തത്തിൽ കൂടി മാത്രം. ആ രക്തം വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി രോഗശാന്തിയാണ്. ആ രക്തം പാപത്തിന് മീതെ ജയമാണ്. ആ രക്തം നിത്യതയിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന്റെ മാർഗദർശനമാണ്. ആ രക്തം പാപത്തിന് മീതെ ജയമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ആ രക്തം നമുക്ക് ജയം നൽകുന്നു. ആ രക്തം, ആ തിരുമുറിവിലെ രക്തത്തിന്റെ മനോഹാരിത കണ്ടിട്ട് യോഹന്നാൻ പറയാണ്, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ ഇപ്പോഴും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. അറുക്കപ്പെട്ടതുപോലെ എന്ന പ്രയോഗത്തിന് വലിയൊരു അർത്ഥമുണ്ട്. ഞാൻ ഈ വെളിപ്പാട് ദാനിയേലിൻ്റെ ക്ലാസ്സുകൾ ഒരിടത്തെടുക്കുമ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, നിത്യത ചെല്ലുമ്പോൾ നമുക്ക് ഈ കിരീടമെല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോൾ അഹങ്കരിച്ച് നമ്മൾ എന്തെല്ലാം കാണിച്ചു വെക്കുമെന്ന് വല്ല പിടിയുണ്ടോ എന്ന് ചോദിച്ചു. ലൂസിഫറിന് പറ്റിയ പണി വീണ്ടും നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും? അവൻ്റെ ആ ചോദ്യം ശരിയാ. ഞാൻ അന്നേരം അതങ്ങ് തള്ളി വിട്ടു. ഞാൻ പിറ്റേത്തെ ക്ലാസ്സിൽ അന്ന് വൈകിട്ട് കിടക്കുമ്പോൾ പിറ്റേത്തെ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇവൻ്റെ ഈ ചോദ്യം എന്നെ ഉള്ളടക്കം ഉണ്ടെന്ന് മനസ്സിലായി. ആലോചിച്ചായാലോ ചിരുന്നിട്ട് എനിക്ക് വിട്ട ഉത്തരം ഞാൻ ബഹുമാനപ്പെട്ട കാനോച്ചനോട് വിളിച്ചു ചോദിച്ചു, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട്, എനിക്കൊരു ഐഡിയ. ആ ബ്രദർ പറഞ്ഞു അത് ശരിയാന്ന്. പലരോട് ചോദിച്ചു, ചിലരൊക്കെ പറഞ്ഞാൽ തെറ്റാന്ന്. എന്നാൽ
ബൈബിൾ അതോറിറ്റി ഉണ്ടെന്ന് തോന്നിയ മനുഷ്യരോടൊക്കെ ചോദിച്ചു. അത് ഞാൻ ഇവിടെയും പറയാം. നമുക്കങ്ങനെ തോന്നുകയില്ല, നകളിക്കാൻ തോന്നുകയില്ലെന്ന്. തോന്നാതിരിക്കാൻ കാരണം അറിയണ്ടേ? കാരണം നമ്മൾ സ്വർഗീയ ജീവികളായി ദൂതതുല്യരായി അവിടെ ചെല്ലുന്നു എന്നുള്ളതല്ല. കാരണം ദൂതൻ തെറ്റ് ചെയ്തല്ലോ. സ്വർഗത്തിൽ നമുക്കെല്ലാം വലിയ മാറ്റം, വലിയ പരിവർത്തനം. പക്ഷെ മാറ്റമില്ലാത്ത ഒരാൾ അവിടെ ഉണ്ട്. അത് യേശുവാണ്. ആ യേശുവിൻ്റെ തിരുമുറിവുണ്ടല്ലോ, ഞാൻ ഇവിടെ കാണിക്കാൻ കാരണം പടത്തിൽ കണ്ടോൽ ഇവിടെ എല്ലാം അണി അടിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ അത് ഈ ദർശനം കണ്ടവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, യേശുവിൻ്റെ ദർശനം കണ്ട് എവിടാ കണ്ടെന്ന് ചോദിക്കുമ്പോഴേ ഇത് കേൾക്കുമ്പോഴേ ഓർത്തോണം അത് പൊട്ടസ്വപ്നം ഏതാണ്ട് കണ്ടതാണ്, വിട്ടേക്കണം. ഏതാണ്ട് ഇവിടുന്നായി മുറിപ്പാട് ഞരമ്പ് കെട്ടുകൾ വന്നുകൂടുന്ന സ്ഥലം, റോമൻ ശിക്ഷാവിധിയുടെ രീതിയും കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് വീഡിയോയിലിട്ടിട്ടുണ്ട്, കണ്ടാൽ മതി. ഇവിടെ PS കുത്തിത്തുളയ്ക്കണം, ചതുരവടിവുള്ള ആണി കൊണ്ട് കുത്തിത്തുളച്ചിട്ട് തടിയോട് ചേർത്ത് വെച്ച് ചുറ്റിയെ കടിക്കണം. ഇങ്ങനെയൊക്കെയാണ് നിയമം. ആ അടിക്ക് പോലും നിയമമുണ്ട്. അപ്പോഴേ ഈ മുറിവ് സ്വർഗത്തിലെത്തിയാലും ഒരു വിഷയമില്ലാത്ത അങ്ങനെ തെളിഞ്ഞ് നിൽക്കുമെന്ന്. ആ വിലാപ്പുറത്തെ കുത്തില്ലേ, ഈ മുറിവില്ലേ, അതവിടെ ചെല്ലുമ്പോഴും മായില്ലെന്ന് അവിടെ ഉണ്ടെന്ന്. ഷോ, അതെന്തൊരിപ്പാ, അത് പോകില്ല എന്ന്. അതെന്താ പോകാത്തതെന്നറിയണ്ടേ? പോകാത്തതേ ഈ മുറിവൊരു കുറവല്ല, ഇതൊരു യോഗ്യതയാണ്. ഒരു സൈനിക മേധാവിക്ക് സ്റ്റാർ കിട്ടുന്ന പോലെയാ യേശുവിൻ്റെ ഈ മുറിവ്. ഈ മുറിവ് ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം അറിയോ? ഈ മുറിവാണ് എൻ്റെ രക്ഷയുടെ വഴി. ഈ മുറിവിനൊരിക്കലും ശമനമില്ല, അതവിടെ ഇരിക്കും. അത് കാണിക്കാൻ കാരണമുണ്ടേ, ഈ മുറിവ് നിമിത്തമാണ് പിശാച് ഭയന്നു പോയേ. കാര്യകാരണങ്ങൾ വിശദീകരിക്കാൻ എൻ്റെ മുമ്പ് സമയമില്ല, ഒന്ന് പറഞ്ഞിങ്ങനെ നിർത്താം. ഈ മുറിവിൻ്റെ പ്രത്യേകത അറിയോ? എനിക്ക് നിഗളം വരുമ്പോഴോ, സ്വാഭാവികമല്ലാത്തൊരു തോന്നൽ വരുമ്പോഴോ, അവൻ ഈ കരമുയർത്തി എന്നെ ഒന്ന് കാണിച്ചാൽ മതി. ഈ മുറിവ് ഒരു കാര്യം പറയും, നിൻ്റെ യോഗ്യതയല്ല നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ഈ മുറിവാണ്, അതിൽ നിന്നൊഴുകുന്ന രക്തമാണ് നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ആ രക്തമുഖാന്തരം നമുക്ക് ദൈവപിതാവിൻ്റെ സന്നിധിയിൽ അടുത്തിയല്ല. ഒരു സംഭവ കഥ വിശദീകരിച്ച് ഞാൻ നിർത്താം. 2 മിനിറ്റ്. ഞാനൊരു പുരോഹിതനെ പരിചയപ്പെട്ടു. അദ്ദേഹം മരിച്ചുപോയി. ഈ നാട്ടിൽ തന്നെയാണ്. അദ്ദേഹത്തിനൊരു സ്ഥാപനമുണ്ട്, അതിപ്പോൾ ഇല്ല. ഓർഫൻസിനെ പരിപാലിക്കുന്നൊരു സ്ഥാപനമാണ്. ഈ അച്ഛനൊരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം ഒരു കുറ്റം ആര് ചെയ്താലും വഴക്ക് പറയില്ല. പിള്ളേരെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ അച്ഛനെന്തോ അറിവില്ലാത്ത വിവരം കെട്ടൊരു മനുഷ്യനായിട്ടാണ് കൂട്ടുന്നത്. വലിയ അടി വെക്കുന്ന കുട്ടികളെ കണ്ട നോക്കിയത് ചിരിച്ചിട്ട് അച്ഛൻ അങ്ങ് പോകും. എന്നാലും ഇവരങ്ങ് നിർത്തും. കൊടും കുറ്റവാളിയായ പയ്യനെ കണ്ടാലും അച്ഛനത് കണ്ടിട്ട് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് പോകും. മരങ്ങ് നിർത്തും. എന്നാലും അച്ഛനോട് ബഹുമാനമൊക്കെ ഉണ്ട്. ഈ സ്ഥാപനത്തിൽ എത്ര നാൾ ഒരുത്തിന് പഠിക്കാം, ജീവിക്കാം. 2 കാരണങ്ങളാൽ അവിടെ നിന്ന് വിടും. ഒന്ന് കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ജോലി കിട്ടി, അവന് മാറിപ്പാം, അല്ലെ അവൾക്ക് മാറിപ്പാം. മാറുമ്പോൾ ഇവന് കൊടുക്കേണ്ട സകല ആനുകൂല്യങ്ങളും ആരൊക്കെയോ അയച്ച സൗകര്യങ്ങളും പണവും കാര്യമൊക്കെ ഉണ്ട്, ഇവൻ്റെ അക്കൗണ്ടുണ്ട്, ഇതെല്ലാം ഇതിലാക്കി ഇവന് കൊടുത്ത് എന്തൊക്കെയാണ് ഇതെല്ലാം ബോധ്യപ്പെടുത്തിയാണ് അവനെ പറഞ്ഞു വിടുന്നത്. ഇടയ്ക്കൊക്കെ വരാം സഹോദരങ്ങളിൽ ഇവിടെ ഉള്ളേ. അച്ഛൻ ആരോടൊരു ഉപദേശം പറയില്ല. ഈ പിരിയുന്നതിൻ്റെ അന്ന് ഇവന് വേണ്ടി വലിയൊരു ഫംഗ്ഷൻ വെക്കും, സൂപ്പർ ഫുഡും, ഇവനെ ടൈയും സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് ഗംഭീര പരിപാടിയാണ്. 10, 15, 20 വർഷത്തെ അല്ലെ 10 വർഷത്തെയൊക്കെ പഠനത്തിന് ശേഷം ഈ അനാഥ പയ്യൻ പോകും. അന്ന് ഫോട്ടോ എടുക്കുന്നു, വലിയ പരിപാടിയാണ്, അവൻ്റെ ദിവസം അത്. അച്ഛൻ പറയും, നിനക്ക് ഇന്നോലൊക്കെ സാധനങ്ങളുണ്ടോ, നീ 1 ആഴ്ച 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ എന്നെ കാണാൻ വാ, ഇപ്പോൾ പോക്കോ. അവന് 2 ആഴ്ച കഴിയുമ്പോൾ കാണാൻ വരും. സന്തോഷമാണോ? സന്തോഷമാണ്. അപ്പോൾ അച്ഛൻ പറയും, നിൻ്റെ ഒരു ഫോട്ടോ, നമ്മുടെ ആ ഫംഗ്ഷൻ്റെ ഫോട്ടോ ഉണ്ട്, അത് തരാം. ആൽബം എടുത്തു, ഇത് നോക്ക്. അച്ഛൻ ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് ആദ്യത്തെ ഫോട്ടോ കാണിക്കും, ഇതാരാ? ഇത് ഞാൻ. അച്ഛൻ ഇപ്പുറത്തൊരു വയോവൃദ്ധനെ കാണിച്ച്, ഇതാരാ? അത് അച്ഛൻ. ഇതാരാ? ഇത് കിച്ചണിൽ പണി ചെയ്താ ഷാറാമ്മ ചേട്ടത്തി. ഇതാരാ? ഇത് ക്ലീനിങ്ങിന് വന്ന. എല്ലാവരെയും അറിയാമല്ലേ? നല്ല സൂപ്പർ ഫോട്ടോകളാണ്. അച്ഛൻ മേശവലിപ്പ് തുറന്ന് അതിൽ നിന്നൊരു ഫോട്ടോ എടുക്കും, ഒരു ആൽബം. മറിച്ചിട്ടൊരു കാര്യം കാണിക്കും, എന്നിട്ട് ചോദിക്കും, ഒരു ഫോട്ടോ കണ്ടോ? കണ്ടു.
കീറി ഉടുപ്പും മുഷിഞ്ഞ വസ്ത്രത്തോടെ ഓടയിൽ ഒരു കുഞ്ഞ് കിടക്കുന്ന ചിത്രം കാണിക്കും. മനസ്സിലായോ? ഇല്ല. അടുത്ത വലിപ്പ് തുറന്നിട്ട് കാണിക്കും. ഇത് മനസ്സിലായോ? ഇല്ല. അടുത്ത പേജ് തുറക്കുമ്പോൾ പിടിയിട്ടും ഇത് ഞാൻ. ഇതായിരുന്നു നീ ഇവിടെ വരുമ്പോൾ ഇതായിരുന്നു. അടുത്തൊരു ഫോട്ടോ എടുത്തിട്ട് ഇത് ചോദിക്കും, ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണിക്കും, ഇതാരാന്ന് മനസ്സിലായോ? ഇല്ല. അതായിരുന്നു ഞാൻ. ഞാനിന്ന് എങ്ങനെ എത്തി? എരാനര ബാധിച്ചൊരു വൃദ്ധൻ. നീ ഇന്ന് എങ്ങനെ എത്തി? സൂട്ടും കൂട്ടും അണിഞ്ഞ ഒരു സുമുഖൻ. നിനക്ക് ജന്മം നൽകാതെ, നിന്നിൽ നിന്നൊന്നും വാങ്ങാതെ ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ നിനക്കും നിന്നെ പോലൊക്കെ തന്നു. നീ എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടൊന്നും അച്ഛന് വേണ്ട. പക്ഷേ എന്നെ വിശ്വസിച്ച് ആയിരക്കണക്കിന് മനുഷ്യരെ നിനക്കും നിൻ്റെ കൂലുകൾക്കും തരാൻ തന്നതൊക്കെ ഇതാ പിടിച്ചു. ഒറ്റ കാര്യം, നീ പോകുന്ന വഴിയിലേ വേച്ചു കുറച്ച് ഇങ്ങനെ കിടക്കുന്നൊരു വൃദ്ധനെ കാണുമ്പോൾ ഓർക്കണം, അത് ഞാനാണ്. ഈ പോകുന്ന വഴിയിലേ ഓടയിൽ ചീഞ്ഞഴുകിയ വെള്ളം കുടിച്ച് കിടക്കുന്ന ഒരു ചെറിയ ശിശുവിനെ കാണും, അപ്പോഴൊക്കെ ഓർക്കണം, അത് നീയാ. ജീവിതത്തിൽ ആദ്യം അച്ഛൻ പറയുന്ന വാക്കുകൾ കേട്ട് അവൻ പൊട്ടിക്കരഞ്ഞ് ഒരു പുതുമനുഷ്യനായി അവിടുന്ന് പോകും. എന്തിനാ പറഞ്ഞേ? നമുക്കും സ്വർഗസ്ഥ പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാം, എൻ്റെ നീയാണ് ഇവിടെ വരെ കൊണ്ടുവന്നത്. ഈ മുറിവിലെ രക്തമാണ് എൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആധാരം. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടി, നിനക്ക് മഹത്വം മഹത്വം മഹത്വം. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആ വില തിരുരക്തമെങ്കിൽ ആ രക്തം ഈ രാത്രി നമുക്ക് വിടുതലും സ്വസ്ഥതയും വിശ്രാമവും നൽകട്ടെ. ആ വിടുതലിൻ പദ്ധതിക്ക് പുറത്തൊരാളെങ്കിലും കേൾക്കുന്നെങ്കിൽ നമുക്ക് യേശുവിൻ്റെ പാദാന്ത്യം അണയാം. ഞാൻ അത് ഗ്രഹിച്ചു, പക്ഷേ ഇതുവരെ സ്നാനമേൽക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് യേശുവിനെ അനുധാവനം ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്കെൻ്റെ യേശുവിനെ അനുധാവനം ചെയ്യണം. ഞാൻ സ്നാനമേറ്റു, എനിക്കെൻ്റെ യേശുവിനെ പ്രസംഗിക്കണം. ആയുസ്സുള്ളിടത്തോളം അവസാന നിമിഷവും ഈ അരുമനാഥനെ പ്രസംഗിക്കണം. എനിക്ക് പ്രസംഗിച്ച് 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 പാടി 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 യേശുവിന് മഹത്വം കൊടുത്ത് 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 ഈ ലോകം വിട്ട് പിരിയുമ്പോഴേ ആത്മബന്ധത്തിൻ്റെ ഉറപ്പിൽ നിൽക്കണം. ഈ പറയപ്പെട്ട നിലയിൽ ഏതെങ്കിലും നിലയിൽ ദൈവവചനം നിങ്ങളെ സ്പർശിച്ചെങ്കിൽ അവർക്ക് മാത്രം കരമുയർത്തി പിടിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരു വേള പ്രാർത്ഥിക്കാൻ പോകുന്നു. കരമുയർത്തിയ യൗവനക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ആ ഉയർത്തിയ കരങ്ങൾ നന്നായിട്ട് ഉയർത്തിയാട്ടെ. യേശുവിന് വേണ്ടി നിൽക്കാൻ, യേശുവിനെ പ്രസംഗിക്കാൻ, കരുത്തോടെ ശക്തിയോടെ യേശുവിന്റെ ശുശ്രൂഷ ചെയ്യാൻ, മഹത്തരമായ ദൗത്യത്തിന്റെ ഭാഗമാകാൻ, നീ വിളിച്ച ഇടങ്ങളിൽ നിന്നെ സാക്ഷിക്കാൻ നിനക്ക് വേണ്ടി വന്നാൽ പ്രാണനം നൽകാൻ. നമുക്ക് പറയാം, അവസാന നിമിഷത്തിലും ഞങ്ങൾ മറ്റൊന്നും വിളിക്കില്ല, യേശു മാത്രം രക്ഷകൻ. ഇങ്ങനെ പറയാൻ, ഇങ്ങനെ മാത്രം പറയാൻ, ഇതാ അടിയനെ ജീവിതം സമർപ്പിക്കുന്ന കരങ്ങളെ താഴ്ത്തിയിടാ. സ്വർഗ്ഗപിതാവേ, കരമുയർത്തിയ അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. അങ്ങയുടെ പുത്രന്റെ രക്തമുഖാന്തിരം ഞങ്ങൾക്ക് ലഭിച്ച വിടുതലിനായി സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ശക്തി ചൈതന്യങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ച് മടങ്ങുന്നു. ഈ രാത്രി കേട്ട വചനം വിടുതലാക്കി, ഉന്മേഷമാക്കി, ശക്തിയാക്കി, രോഗശാന്തിയാക്കി അയക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും വന്ദനം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവദാസനിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ആലോചന ഇന്ന് രാത്രികാലം നമുക്ക് കേൾപ്പിച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ബഹുമാന്യനായ ദൈവദാസൻ കടന്നു വരികയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്തതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തടസ്സങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ഓർത്തു, ഇനി വേറെ ആരെയും വിളിക്കാനുള്ള നേരമില്ലല്ലോ എന്ന് അദ്ദേഹം ഓർത്തു. പക്ഷേ തടസ്സങ്ങൾ മാറിപ്പോയി. എന്താണെന്നറിയാമോ? 21 ദിവസം ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവദാസന് വേണ്ടി മാത്രമല്ല, ഇവിടെ ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്ന ദൈവമക്കളെ ഓർത്ത്, ദൈവദാസൻ്റെ ശുശ്രൂഷയെ ഓർത്ത്, പ്രവർത്തന മേഖലയെല്ലാം ഓർത്തുകൊണ്ട് 21 ദിവസക്കാലം ഉപവസിച്ച് പ്രാർത്ഥനയുടെ ഫലമാണ് ആ ചിന്താഗതി ഉണ്ടായ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. കേട്ടല്ലോ, ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ കൺവെൻഷൻ അല്ല. പാവപ്പെട്ട കുറേ കുടുംബങ്ങൾ വരുന്നു, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മാത്രം
കൺവെൻഷനാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ യാതൊരു വിധമായിരിക്കുന്ന പിൻബലങ്ങളും ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ദൈവത്തിന് സ്തോത്രം. തുടർന്ന് 1-2 ആരും എഴുന്നേറ്റ് പോകരുത്. പ്രാർത്ഥിച്ച് ആശീർവാദം പറയാതെ ആരും പോകരുതേ എന്ന് അപേക്ഷിക്കുന്നു. 1-2 പരസ്യങ്ങൾ അത് വായിച്ചോട്ടെ. വലിയകണ്ഠം കൺവെൻഷൻ 24, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് കട്ടപ്പന വലിയകണ്ഠം സഭയുടെ ആഭിമുഖ്യത്തിൽ സുവിശേഷ മഹായോഗവും സംഗീത വിരുന്നും നടത്തപ്പെടുന്നു. പ്രാസംഗർ പാസ്റ്റർ NC ജോസഫ്, പാസ്റ്റർ PC ചെറിയാൻ, പാസ്റ്റർ എബി എബ്രഹാം, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം. ഏവർക്കും സ്വാഗതം. സംഗീത ശുശ്രൂഷ ലിവിങ് വോയിസ് കട്ടപ്പന. ദൈവമക്കളെ, ന്യൂ ഇന്ത്യ 5:30 മുതൽ 9:30 വരെ, ഏപ്രിൽ 24, ഏപ്രിൽ 12, 13, 14 ദിവസങ്ങളിൽ. അടുത്ത ഒരെണ്ണം കൂടെ, വെള്ളയാങ്കുടി 4ാമത് ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ 9, 10 ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ, തെക്കേക്കുന്നേൽ ഓഡിറ്റോറിയം, പാരീഷ് ഹാളിന് മുൻവശം, വെള്ളയാങ്കുടി. പാസ്റ്റർ ജോയി പാറയ്ക്കൽ, പാസ്റ്റർ കുക്കു മാത്യു. ഏവർക്കും സ്വാഗതം. ദൈവത്തിന് സ്തോത്രം. 2 പരസ്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇനി 2 മിനിറ്റ് ഈ കടന്നു വന്ന ദൈവമക്കൾക്ക് ഒരു നന്ദി പറയാനുള്ള അവസരമാണ്. ഞങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾ വന്നല്ലോ. നിങ്ങളുടെ 1-2 വാക്കിൽ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ. അതുകൊണ്ട് അത് കേട്ടിട്ടേ പോകാവുള്ളൂ. ആ നന്ദി പറയുന്നതിന് വേണ്ടി ബ്രദർ ജെയ്സനെ ഞാൻ ക്ഷണിക്കുന്നു. അതിനുശേഷം കട്ടപ്പനയുടെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ MD തോമസ്, IPC കട്ടപ്പന സെൻട്രൽ പാസ്റ്റർ, അദ്ദേഹം കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നെ നിക്ഷിപ്തമായ കാര്യം ഞാൻ നിറവേർത്തിക്കാൻ തന്നെ ദൈവം ശരണപ്പെടുന്നു. 2024 ഏപ്രിൽ മാസം 6, 7 തീയതിയിൽ നടന്നതായിരുന്നതായും ദൈവത്തിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചായ ഈ കൺവെൻഷൻ നടത്താൻ തക്കണം ദൈവം ഞങ്ങളെ വളരെയധികം സഹായിച്ചു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരുന്നതായ ബേബി മാത്യു അവർക്കും എൻ്റെ പേരിലും ഈ പ്രയർ മിനിസ്ട്രി പേരിലും ഇവിടെ കടന്നു വന്ന എല്ലാവരുടെ പേരിലും നന്ദി ഈ സമയക്കാലം അറിയിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഇന്നും നമുക്ക് ദൈവത്തിനായ മാറ്റമില്ലാത്ത വചനം സംസാരിച്ച ദൈവത്തിൻ്റെ അഭിഷിക്തനായ അനിൽ കൊടുത്തോളം ഭാഷക്കും, അതുപോലെ ഇന്നലെ ദൈവം സംസാരിച്ചതായ പ്രവീൺ പ്രസാദ് ഭാഷക്കും ഈ സമയക്കാലം എൻ്റെ പേരിലും അതുപോലെ പ്രയർ മിനിസ്ട്രി പേര് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് സൗണ്ട്സ് തന്നിരുന്ന സൗണ്ട്സ് അതല്ല എൻ്റെ സഹപ്രവർത്തകർക്കും നമുക്കിപ്പോൾ ഇവിടെ മീറ്റിംഗ് നടത്തുവാൻ വേണ്ടി ഈ ഓഡിറ്റോറിയം തന്നിരുന്നതായ CSI ചർച്ചിലെ അച്ഛനും അതുപോലെ മൈക്ക് സാക്ഷൻ നന്നായ പോലീസ് അധികാരികൾക്കും മറ്റ് എല്ലാവർക്കും നമ്മൾ വാടക ചെയറുകൾ തന്നിരുന്നവർക്കും അതുപോലെ ഫുഡ് കാര്യങ്ങൾ തന്നിരുന്നതായ എല്ലാവർക്കും ഒറ്റ വാചകത്തിൽ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് അതുപോലെ ഈ പ്രയർ മിനിസ്റ്ററുള്ള എല്ലാവർക്കും എൻ്റെ പേരിലും അത് കടന്നു വന്ന എല്ലാവരുടെ പേരിലും എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കും. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, അങ്ങേ സ്തുതിക്കുന്നു. പ്രയർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ തീരുമാനിച്ച സുവിശേഷമായ യോഗം തക്ക സമയത്ത് ആരംഭിപ്പാനും കർത്താവെ ദേശത്തുനിന്ന് ദൈവജനങ്ങൾ കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാനും കൃപേതനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അഭിഷക്തന്മാരിൽ കൂടെ ഇന്നലെയും ഇന്നും ശക്തമായ ദൈവത്തിൻ്റെ ദിവ്യാലോചന ദേശത്തിന് കൂടി വന്ന ജനത്തിന് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്ന രാത്രി പ്രത്യേകം അവിടുത്തെ അഭിഷേകത്തിൽ കൂടെ അത് വരുവാനുള്ള അത് പ്രവചന വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിപ്പാൻ തക്കവണ്ണിടയായല്ലോ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായ യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുവായവനെക്കുറിച്ചുള്ള തിരുവചന സത്യങ്ങളെക്കുറിച്ച് അതിൻ്റെ വെളിപ്പാടുകളെക്കുറിച്ച് ഇന്ന് രാത്രി കേൾക്കുവാൻ കൃപേതനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരെയും പ്രത്യേകം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ തക്കവണ്ണം അവർക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം സംസാരിച്ച അഭിഷക്തനെ പ്രത്യേകം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായി അനേകടങ്ങളിലായി ശക്തിയായി അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം അധികമായ ദൈവകൃപയോടെ പ്രവർത്തിപ്പാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയർ മിനിസ്റ്ററിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അവരുടെ പ്രയത്നം ശക്തിയോടെ ചെയ്യുവാൻ അവിടുത്തെ നാമമഹത്വത്തിനായി പ്രവർത്തിപ്പാൻ ദേശത്തിന് അനുഗ്രഹീയമായി തീരുവാൻ കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിൻ്റെ ജനം മടങ്ങിപ്പോകുന്ന യാത്രയിൽ കൂടെ ഇരിക്കണമേ. ഈ ആഴ്ചകളെ തുടർന്ന് നടക്കുന്ന സുവിശേഷ മഹായോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവയെല്ലാം അനുഗ്രഹമായി നടക്കുവാൻ കൃപ ചെയ്യണം. ദേശം
ഇത് മുഖാന്തരം അനുഗ്രഹം പ്രാപിപ്പാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവ്, നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി ജയ നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട ദൈവദാസനെ നന്ദി രേഖപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. അടുത്തുടർന്ന് കോർഡിനേറ്റർ നമ്മുടെ 1-2 കാര്യം പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹീതമായ 2 ദിവസത്തെ നമ്മുടെ കുടുംബസംഘവും കൺവെൻഷൻ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രാരംഭത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കുറച്ച് ആഹാരം ക്രമീകരിച്ചിട്ടുണ്ട്. ആമേൻ. ദയവായി ഇവിടെ നിൽക്കപ്പെടുന്നവർ അതിൽ പങ്കാളികളായാൽ കൊള്ളാം. അത്യാവശ്യമുള്ള ക്രമീകരണം ചെയ്തിട്ടുള്ളതുകൊണ്ട് കഴിച്ചിട്ട് പോകണം എന്നുള്ള കാര്യം ദൈവം നാമത്തെ ഉറപ്പെടുത്തുന്നു. ആമേൻ. കർത്താവ് ഇത്രത്തോളം നമ്മൾ നടത്തിയല്ലോ. ഇനിയും കർത്താവിൻ്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ആമേൻ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള കൺവെൻഷനുകൾ, മീറ്റിങ്ങുകൾ, അതുപോലെ സുവിശേഷത്തിന് വേണ്ടി ആമേൻ പരസ്യയോഗങ്ങളൊക്കെ നടത്തുവാൻ സ്വർഗം നമ്മൾ സഹായിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം.